നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ദിലീപിനെതിരെ കേസ് ഡയറിയിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സൂക്ഷ്മമായ ഗൂഢാലോചനയും ആസൂത്രണവും കൃത്യത്തിന് പിന്നിൽ നടന്നു. ഉന്നതനായ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയാൽ തെളിവ് നശിപ്പിക്കാം. കേസ് അപൂർവവും ഗുരുതര സ്വഭാവമുള്ളതുമാണെന്ന് കോടതി വിലയിരുത്തി. നടിക്കെതിരെ നടന്നത് അതിക്രൂരമായ കുറ്റകൃത്യമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയതിന് പ്രഥമ ദൃഷ്ട്യാ കൃത്യമായ തെളിവുകളുണ്ടെന്ന് വ്യക്തമാക്കിയാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. പ്രതി പ്രമുഖ താരമാണ്. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിച്ചേക്കാമെന്നും കോടതി നിരീക്ഷിച്ചു. കേസ് അപൂർവവും ഗുരുതര സ്വഭാവമുള്ളതാണെന്നും വിലയിരുത്തിയ കോടതി അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും 11 പേജുള്ള വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. കേസിൽ ഇനിയും തെളിവ് ലഭിക്കേണ്ടതുണ്ട്. ദിലീപിന് ജാമ്യം നൽകിയാൽ അത് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പ്രതി നടത്തിയ ക്രൂരകൃത്യത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതിയുടെ വിവാഹ ജീവിതം തകർത്തത് ആക്രമിക്കപ്പെട്ട നടിയാണ് എന്ന വിശ്വാസത്തിലാണ് കുറ്റകൃത്യം ആസൂത്രണം ചെയ്തത്. ഒരു സ്ത്രീയോടുള്ള വിരോധം മൂലം അവരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ക്രിമിനലിനെ ഏൽപ്പിച്ചത് ഏറെ ഗൗരവമുള്ള കുറ്റം തന്നെയാണ്. ഈ ക്രൂരത അംഗീകരിക്കാനാകില്ലെന്നും വിധിന്യായത്തിൽ പറയുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച പ്രോസിക്യൂഷൻ സമർപ്പിച്ച കേസ് ഡയറി വിശദമായി പഠിച്ചതിന് ശേഷമായിരുന്നു കോടതി വിധി. റിപ്പോർട്ടർ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ വിധിന്യായത്തിലുള്ളത്. കേസ് ഡയറി പരിശോധിച്ച കോടതി ദിലീപിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. ഉത്തരവിന്റെ 16, 17, 18 ഖണ്ഡികകളിലെ ദിലീപിനെതിരായ പരാമർശങ്ങൾ ഇവയാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഹൈക്കോടതി ഇങ്ങനെ വിധി എഴുതി. പ്രഥമ ദൃഷ്ട്യാ ദിലീപിനെ സംശയിക്കാൻ പര്യാപ്തമായ വസ്തുതകൾ കേസിലുണ്ട്. അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അത് നിർണായക ഘട്ടത്തിലുമാണ്. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ഒളിവിലാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട അഭിഭാഷകനെ കാര്യക്ഷമമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കേസിൽ മറ്റു കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നത് തള്ളിക്കളയാനാവില്ലെന്നും DGP അറിയിച്ചിട്ടുണ്ട്. ഗുരുതര സ്വഭാവവും കണിശമായ ഗൂഢാലോചനയും ക്രൂരമായ പകവീട്ടലും ക്രിമിനലുകളെ ഉപയോഗിച്ചുള്ള ലൈംഗിക പീഡനവും കണക്കിലെടുത്താൽ കേസ് സമാനതകളില്ലാത്തതാണ്. അതുകൊണ്ട് ജാമ്യാപേക്ഷ ജാഗ്രതയോടെ കോടതിക്ക് തീർപ്പാക്കാനാകൂ. കേസിലെ പ്രധാന തൊണ്ടി മുതലായ മൊബൈൽ ഫോണും ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡും ഇനിയും കണ്ടെടുത്തിട്ടില്ല എന്നതും ജാമ്യാപേക്ഷ നിരാകരിക്കാൻ കോടതിക്ക് പ്രേരണയാകുന്നു. മെമ്മറി കാർഡ് കണ്ടെടുക്കാൻ കഴിയാത്തത് ഇരയുടെ ജീവന് തന്നെ ഭീഷണിയാവാം. പ്രതികൾ അന്വേഷണത്തിൽ ഇടപെടാനും സാധ്യതയുണ്ട്. പരാതിക്കാരൻ പ്രമുഖ ചലച്ചിത്ര നടനാണ്. സിനിമയുടെ വിതരണ നിർമ്മാണ മേഖലയിലും പ്രവർത്തിക്കുന്ന പ്രതി തിയേറ്റർ ഉടമ കൂടിയാണ്. ചലച്ചിത്ര വ്യവസായത്തിലെ നിർണായക സ്വാധീന ശക്തിയാണ് പ്രതി. ചലച്ചിത്ര മേഖലയിൽ തന്നെയുള്ള ഈ കേസിലെ പ്രധാന സാക്ഷികളെ പ്രതി സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഉള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇതെല്ലാം പരിഗണിച്ചാൽ ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രതിയുടെ ജാമ്യാപേക്ഷ നിരാകരിക്കുന്നു. ഇത്രയും സുപ്രധാന നിരീക്ഷണങ്ങളോടെയാണ് ഹൈക്കോടതി ദിലീപിന് ജാമ്യാപേക്ഷ തള്ളിയത്. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ആളൂർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ലിബർട്ടി ബഷീർ, ആലപ്പി അഷ്റഫ്, അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, PC ജോർജ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം അഡ്വക്കേറ്റ് ആളൂർ, അപൂർവമായ കേസാണിത്. ദിലീപിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്. ക്രിമിനൽ ഗൂഢാലോചന രഹസ്യമായാണ് ആസൂത്രണം ചെയ്തത്. നേരിട്ടുള്ള തെളിവ് ഇത്തരം കേസുകളിൽ അപൂർവമായി ലഭിക്കൂ. ദിലീപിനെ പ്രോസിക്യൂഷൻ കണക്ട് ചെയ്യുന്നത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഹൈക്കോടതി വിധി ഈ പ്രേരണ, തെളിവ് എന്നിവയിൽ കൃത്യമായ ഉത്തരം നൽകുന്നില്ലേ? തീർച്ചയായിട്ടും വിധി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 11 പേജുള്ള വിധിയിൽ 11, 12, 13 ഈ ഭാഗത്താണ് പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെല്ലാം നിരത്തിയിരിക്കുന്നത്. അതിനുശേഷം ഡിഫൻസിൻ്റെ വാദങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അവസാന ഭാഗത്തിലാണ് കോടതിയുടെ ഒബ്സർവേഷൻ നമ്മൾ കാണുന്നത്. അതെല്ലാ കേസുകളിലും സാധാരണയായി ഉണ്ടാകുന്ന പോലെ തന്നെ ഈ കേസ് വളരെ വ്യക്തമായി എല്ലാ കേസ് ഡയറിയുടെ ഭാഗങ്ങളും പഠിച്ച് അതിനുശേഷം ഇതിലെ തെളിവുകളെല്ലാം കോടതി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്രയും ദിവസത്തിന് ശേഷം ഒരു വിധി വന്നത് എന്നുള്ളതുകൊണ്ട് ഈ കേസിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട തെളിവുകളും വളരെ ശക്തമാണ് പ്രോസിക്യൂഷൻ നിരത്തിയത് എന്നാണ് ഈ പറയുന്ന വിധിന്യായം വായിച്ചാൽ ഒരു വ്യക്തിക്ക് മനസ്സിലാവുക. ഒരു അഭിഭാഷക നിലയ്ക്ക് എനിക്ക് മനസ്സിലായിരിക്കുന്നത് അതുതന്നെയാണ്. അതായത് ജാമ്യത്തിന് വേണ്ടി തിടുക്കം കാട്ടിയത് ദിലീപിന് വിനയായി. തീർച്ചയായിട്ടും അവസാന ഭാഗത്ത് തന്നെ പറയുന്നു, ഇറ്റ് വാസ് ടു ഏർലി ടു ഫയൽ ദ ബെയിൽ ആപ്ലിക്കേഷൻ. വളരെ ധൃതി പിടിച്ച് ഹൈക്കോടതിയിലേക്ക് ഒരു ജാമ്യാപേക്ഷ കൊണ്ടുവരേണ്ടില്ലായിരുന്നു എന്നാണ് കോടതിയുടെ ഒരു നിഗമനം നമ്മൾ അവസാനമായി കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ PC ജോർജ്, നോക്കൂ, ആദ്യം അങ്കമാലി കോടതി, ഇപ്പോൾ ഹൈക്കോടതി. എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ?
ഞാൻ പറയുന്ന വളരെ വ്യക്തനിഷ്ഠമായി രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ണു തുറന്ന് നോക്കി കണ്ടിട്ടാ പറയുന്നത്. ഇപ്പൊ നികേഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന നടന സ്ഥാനത്ത് നികേഷ് എഴുതി വെച്ചാണ് പോലീസ് കേസ് ഫ്രെയിം ചെയ്തിരുന്നത്, കേസ് ഡയറിയെങ്കിൽ നികേഷിനും ജാമ്യം കിട്ടുന്ന പ്രശ്നമില്ല. ഹൈക്കോടതിക്ക് അത് ചെയ്യാൻ കഴിയൂ. കാരണം ഒരു സെഷൻ കേസാണിത്. അത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ആദ്യമേ മജിസ്ട്രേറ്റ് കോടതിക്ക് ജാമ്യം തള്ളിയപ്പോ നികേഷ് ഉൾപ്പെടെ വാദോരാതെ ഇത് കുറ്റക്കാരനെന്ന് കണ്ടെത്തി, അതുകൊണ്ട് ജാമ്യം തള്ളി. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് പോലീസ് ഫ്രെയിം ചെയ്ത കേസ് FIR അനുസരിച്ച് നികേഷിനെ ദിലീപെന്നല്ല ആർക്കും ജാമ്യം കൊടുക്കാൻ അധികാരമില്ല. അത് സെഷൻ കോടതിക്കേ ഉള്ളൂ. നേരെ സെഷൻ കോടതി പോയി കോടതി പോകുന്നതിലും സ്വാഭാവികമായി ഞാനിപ്പോ മുമ്പേ പറയാം, ഇത്രയും മാത്രം കേസ് ഫ്രെയിം ചെയ്യുന്ന സാഹചര്യത്തിൽ തെറ്റോ ശരിയെന്നുള്ളതൊക്കെ കോടതി വിസ്തരിച്ച് പിന്നെ തീരുമാനിക്കും. പക്ഷെ സ്വാഭാവികമായി ദിലീപല്ല ആരാണെങ്കിലും ഒരു 50 ദിവസത്തേക്ക് ജാമ്യം കിട്ടാൻ സാധ്യത ഞാൻ കാണുന്നില്ല. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, മോട്ടീവ് ഉണ്ട് എന്ന പോലീസിന്റെ വാദം ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. ദിലീപും നടിയും തമ്മിലുള്ള ബന്ധം വഷളായതിന് നിരവധി തെളിവുണ്ട് എന്നും തെളിവുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുമ്പോൾ തന്നെ ഈ വിവാഹബന്ധം തകരാൻ ഇടയാക്കിയത് നടിയാണെന്ന തോന്നലാണ്. അതിന് പകരം വീട്ടണം, നടിയുടെ അവസരം തടയുന്നു, ആദ്യം പിന്നീട് കൊട്ടേഷൻ കൊടുക്കുന്നു. അപ്പോൾ മോട്ടീവിൻ്റെ കാര്യത്തിൽ കോടതിക്ക് യാതൊരു സംശയവുമില്ല. രണ്ട്, ഇതിനകത്ത് സാഹചര്യ തെളിവുകൾ മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ, പ്രത്യേകിച്ച് വളരെ രഹസ്യമായി കൃത്യം ആസൂത്രണം ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്ന് കോടതി വിലയിരുത്തുമ്പോൾ കോടതിക്ക് ഇക്കാര്യത്തിൽ ദിലീപിനെ പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കുറ്റക്കാരനായി കാണണം എന്നുള്ള നിലപാടുണ്ട് എന്നുള്ളത് ഈ വിധിയിൽ നിന്ന് പ്രകടമാകുമ്പോൾ അതെങ്ങനെയാണ് ദിലീപിന്റെ കേസിനെ ആകെ ബാധിക്കാൻ പോകുന്നത്? ഇത് ബെയിൽ ആപ്ലിക്കേഷനിൽ മാത്രം വന്നൊരു വിധിയാണിത്. ബെയിൽ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യണമോ അതെല്ലാം ഈ കോടതി കൺസിഡർ ചെയ്തപ്പോൾ അദ്ദേഹത്തെ പ്രൈമാ ഫേസി ലിങ്ക് ചെയ്യാനുള്ള എല്ലാ എവിഡൻസും ഉണ്ടോ എന്ന് പരിശോധിച്ചു, മോട്ടീവ് പ്രോപ്പറാണോ എന്ന് നോക്കി. അതെല്ലാം പരിശോധിച്ചതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഞാൻ പറയുന്നത്, സിനിമാ ഫീൽഡിലെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളാണ് ദിലീപിന് എല്ലാ മേഖലയിലും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സാക്ഷികളെയൊക്കെ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഇപ്പോൾ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റേജിൽ അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനർത്ഥം നാളെ ഒരു സ്റ്റേജിൽ പിന്നെ അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കില്ല എന്നുള്ളതല്ല അർത്ഥം. ഇവിടെ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷന് ഒരുപാട് ഹർഡിൽസ് ഉണ്ട്. ഇപ്പോൾ അന്ന് അപ്പുണ്ണിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ മറ്റു പലരെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പോലീസ് പറയുന്നു. അതുപോലെ തന്നെ പിന്നെ പ്രധാനപ്പെട്ട മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഒന്നും കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ വളരെ ക്രൂഷ്യലായ ഒരു സ്റ്റേജിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഇത്രയും സ്വാധീനമുള്ള ഒരാളെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കും എന്നതാണ് ഇന്നത്തെ പ്രൈമറി ഇഷ്യൂ. പിന്നെ ഇനിഷ്യലി ഈ കേസ് നിലനിൽക്കുന്നതാണ് എന്ന് കോടതി പറഞ്ഞില്ലെങ്കിൽ, നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞു പോയാൽ അത് നിലനിൽക്കുന്നതല്ല എന്ന് പറയാൻ പറ്റില്ല. ആണ് എന്ന് പറഞ്ഞതിന് ശേഷം വേണം ഈ കാര്യങ്ങളിലേക്ക് പോകാൻ. അത് വളരെ കറക്റ്റായിട്ട് കോടതി അതിലേക്ക് പോയിരിക്കുകയാണ്. പ്രിമച്ചുർ ആണ് എന്ന് പറയുന്നത് ഇപ്പോൾ ബെയിൽ ഗ്രാൻഡ് ചെയ്യുന്നതിന് പ്രിമച്ചുർ ആയതിന്റെ കാര്യം ഇൻവെസ്റ്റിഗേഷന്റെ പ്രോഗ്രസ് അതിന്റെ ഫൈനാലിറ്റിയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന് സ്വാധീനിക്കപ്പെടാവുന്ന ഒരു സ്റ്റേജിലാണ് ഇൻവെസ്റ്റിഗേഷൻ നിൽക്കുന്നതെന്നാണ്. ഇനി ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിനെതിരെ സുപ്രീം കോടതിക്ക് പോകാം. അതുപോലെ തന്നെ വേറൊരു സ്റ്റേജിലാണെങ്കിൽ ഇത് വേറെ ഏത് കോടതിയിൽ വേണമെങ്കിൽ പോകാം. അതായത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഒരു കുറച്ചുകൂടെ പ്രൊസീഡ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ കസ്റ്റഡി റിക്വയർഡ് അല്ല, ഇൻവെസ്റ്റിഗേഷൻ വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ സെഷൻസ് കോടതിയിൽ പോകാം, ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിലും പോകാം. അതേപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിലും അത് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റേജുകളൊക്കെ ഇതൊക്കെ മൂവ് ചെയ്യാം. പക്ഷേ മജിസ്ട്രേറ്റ് കോടതി അധികാരം പരിമിതമാണ്. പക്ഷേ സെഷൻസ് കോടതിക്കോ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ ഒക്കെ വേറൊരു സ്റ്റേജിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ബെയിൽ ഗ്രാൻഡ് ചെയ്യാം. അതിപ്പോൾ ഇത്ര ദിവസമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇൻവെസ്റ്റിഗേഷന്റെ പ്രോഗ്രസ് എങ്ങനെയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതിനകത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒബ്സർവേഷൻസ് ഒന്നും ഫൈനൽ കൺവിക്ഷനിൽ ഉപകാരപ്രദമാകുമോ എന്ന് ചോദിച്ചാൽ ഫൈനൽ റിപ്പോർട്ട് പോലും കൊടുക്കാത്തൊരു കേസിൽ ഫൈനൽ റിപ്പോർട്ട് കാണാതെ ഈ ഒബ്സർവേഷൻസ് എത്രത്തോളം അന്ന് ട്രയൽ ഉപകാരപ്പെടുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പൾസറുമായി ബന്ധമില്ല എന്ന് ആദ്യം പറഞ്ഞു ദിലീപ്. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് പറഞ്ഞ് ദിലീപ് DGPക്ക് പരാതി നൽകി. അതായത് ദിലീപിന്റെ തന്നെ നീക്കങ്ങളാണ് ദിലീപിനെ കുടുക്കിയത് എന്നുള്ള നിലയിലേക്കാണ് ഹൈക്കോടതി എത്തുന്നത്. അല്ലെങ്കിൽ അതാണ് പ്രോസിക്യൂഷൻ വാദം, അതിലെയാണ് ഹൈക്കോടതി റിലേ ചെയ്തിരിക്കുന്നത്. കുറ്റം ചെയ്താൽ സാധാരണഗതിയിൽ ഒരാൾ പറഞ്ഞേക്കാനിടയുള്ള സാധ്യതകൾ, ആ സാധ്യതകളിലേക്ക് തന്നെയാണ് ദിലീപ് യാത്ര ചെയ്തത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടത്തിൽ നിയമപരമായിട്ടുള്ള സഹായം തേടാൻ കഴിയില്ല. ദിലീപ് സ്വന്തം ബുദ്ധിയിൽ തോന്നുന്ന ആസൂത്രണം,
ഇത് പോലീസിനും കൃത്യമായി മനസ്സിലായിരിക്കുന്നു. നേരത്തെ കീഴ്ക്കോടതിക്കാണെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതിക്കും അത് ബോധ്യമായിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി ദിലീപിന് എതിരായി തെളിഞ്ഞു വരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നില്ലേ താങ്കളെയും? ഇതിനകത്ത് ഞാൻ കാണുന്നത് ഈ ബെയിൽ ആപ്ലിക്കേഷന്റെ ടൈമിങ് ശരിയായില്ല. കാരണം ഒന്നാമത് ഇത്രയും വളരെ സെൻസേഷണൽ ആയിട്ട് മീഡിയാസും സോഷ്യൽ മീഡിയയും അതുപോലെ പ്രിന്റ് ആൻഡ് വിഷ്വൽ മീഡിയയിലും മറ്റൊക്കെ വളരെ വിശദമായി ദിലീപിനെ വളരെ മോശമായ രീതിയിൽ പ്രതിക്കൂട്ടിൽ ചെയ്യുകയും ചെയ്ത സമയത്ത് വളരെ ധൃതി പിടിച്ച് ഈ ബെയിൽ ആപ്ലിക്കേഷൻ ടൈം ചെയ്തത് അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഞാനാണെങ്കിൽ ഇത്ര വേഗം ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയില്ല. പിന്നെ ഒരു ബെയിൽ ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഈ കേസിന്റെ മെറിറ്റ്സിനെ പറ്റി അകത്ത് കയറി നല്ല ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ നടന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഡയറക്റ്റ് സർക്കംസ്റ്റാൻഷ്യൽ ആൻഡ് ഇൻഡയറക്റ്റ് എവിഡൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഒരു മോശമായ ഒരു കളറാണത്. അതൊരു ബെയിൽ ആപ്ലിക്കേഷനിൽ എത്ര ഒബ്സർവേഷൻസ് ഒരു പ്രതിയുടെ ഡിഫൻസിന് നല്ലതല്ല. കാരണം അത് ട്രയൽ കോർട്സിന് സാധാരണ അത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അല്ല, അക്കാര്യത്തില് നേരിട്ടുള്ള തെളിവ് ഉണ്ട് എന്ന് പ്രോസിക്യൂഷന്റെ വാദമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കോടതി അക്കാര്യത്തിൽ പറയുന്നത് സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ നേരിട്ടുള്ള തെളിവുകൾ സാധ്യമല്ല, അതിനുവേണ്ടി സാഹചര്യ തെളിവുകളെയാണ് റിലേ ചെയ്യാറുള്ളത് എന്നാണ്. അതെ, അതിനോടൊപ്പം അദ്ദേഹം പറയുന്നു അത്തരത്തിലുള്ള മീറ്റിംഗ്സിനെ പറ്റി പറയുന്നു, അദ്ദേഹം കൊടുത്ത പരാതിയെ പറ്റി പറയുന്നു, പരാതിയിൽ ഉണ്ടായിട്ടുള്ള എലിഗേഷൻസിനെ പറ്റി പറയുന്നു. അങ്ങനെ ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ ബെയിൽ ഓർഡറിൽ നടന്നിരിക്കുന്നു. ആ ബെയിൽ ഓർഡറിൽ ഈ പ്രോസിക്യൂഷൻ കേസിന്റെ എല്ലാ ആംഗിൾസും അദ്ദേഹം പരിശോധിച്ച് മെറിറ്റിലേക്ക് ഒരു ഡിസ്കഷൻ ഉണ്ട്. അത്തരത്തിൽ മെറിറ്റിലേക്കുള്ള ഡിസ്കഷൻ ട്രയൽ കോടതിക്ക് മോശമായിട്ട് ട്രയൽ കോടതിയിൽ അത് പ്രതിയുടെ ഡിഫൻസിനെ ബാധിക്കും, നോ ഡൗട്ട് അബൌട്ട് എന്നാണ് പറയുന്നത്. ആ വാദത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? The cogent clinging direct, indirect, circumstantial and scientific evidence to establish that the petitioner had conspired with the first accused. Absolutely. 11ാമത്തെ പാരഗ്രാഫ് മുതലാണ് ഒബ്സർവേഷൻ ആരംഭിക്കുന്നത്. 11ാമത്തെ പാരഗ്രാഫിന് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് കോടതിയുടെ ഒബ്സർവേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. 16ാമത്തെ പാരഗ്രാഫിലാണ് പറയുന്നത്, The above said fact shows that prima facie there are materials to suspect the involvement of the petitioner in the crime. Investigation is still progressing. It is still is crucial stage. ഇതെല്ലാമാണ് സാധാരണഗതിയിൽ നിങ്ങൾ ഏത് കേസിൻ്റെ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ എടുത്തു വായിച്ചു നോക്കിയാൽ സാധിക്കും. ക്രൂഷ്യൽ സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ ഏതൊരു കോടതികൾക്കും ഇടപെടാനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. കോടതികൾ ആ ക്രൂഷ്യൽ സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെട്ട് ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണമായും അവിടെ നിൽക്കപ്പെടും, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തി ആ ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ ക്രൂഷ്യൽ സ്റ്റേജിൽ, ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ ഏത് പ്രതിക്കും, ഈ കേസിൽ ഒരു പ്രതിക്കും ജാമ്യം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കേസിനെ സംബന്ധിച്ചുള്ള ദിലീപ് എന്ന് പറയുന്ന വ്യക്തി വളരെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന വ്യക്തിയാണ് എന്ന് കോടതി മുൻകൂട്ടി കണ്ടാണ് മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളിലേക്ക് കൊണ്ടുവന്നതും. 18ാമത്തെ പാരഗ്രാഫ് വായിച്ചാൽ സാധിക്കാം, there is yet another major reason which prompts rejection of this application. Crucial material object with the mobile phone, very important. മൊബൈൽ ഫോണിലെ രഹസ്യങ്ങളൊന്നും കണ്ടെത്താനായിട്ട് ഒരു പക്ഷേ സിം കാർഡ് കണ്ടെത്താനായിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാർഡുകൾ കണ്ടെത്താനായിട്ടോ പോലീസിന് സാധിച്ചിട്ടില്ല. അത് നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഈ കേസ് ഒരു പക്ഷേ തെളിവില്ലാതെ, അല്ലെങ്കിൽ എന്തിനാണോ ഈ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകും. അതാണ് ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കൾക്ക് എന്തെങ്കിലും ആരെങ്കിലും പറയുന്ന കൂട്ടത്തിൽ പറയാനുണ്ടെങ്കിൽ അതൊരു ഇടപെടലായി കണക്കാക്കില്ല, നേരിട്ട് പറയാവുന്നതാണ്. ഷിപ്പി സി ജോർജ്, നോക്കൂ, ഹെൻസ് ഇൻ ഓർഡർ ടു എൻഷുർ ഹിസ് പ്രസൻസ് ഡ്യൂറിംഗ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓൾസോ ടു കൺവേ ദ സ്ട്രോങ് മെസ്സേജ് ടു ദ ലൈക്ക് മൈൻഡഡ് പേഴ്സൺസ് ദാറ്റ് ദീസ് ഒഫൻസസ് വിൽ നോട്ട് ബി ടേക്കൻ ലൈറ്റ്ലി എന്ന് മജിസ്ട്രേറ്റ് കോടതി പറയുന്നു. ഇവിടെ ഹൈക്കോടതി പറയുന്നു, the above facts show that the prima facie there are materials to suspect the involvement of the petitioner in the crime. Investigation is still progressing. It is still a crucial stage എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ വിധിയിൽ അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കുകയും ദിലീപിനെതിരായ തെളിവ് കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി ഈ വിധിന്യായം എഴുതിയത് എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ
എന്താണ് മോട്ടീവ് എന്നത് സംബന്ധിച്ച് താങ്കളെ പോലുള്ളവർ ഉന്നയിച്ച സംശയം, എന്താണ് തെളിവ് എന്നത് സംബന്ധിച്ച് താങ്കളെ പോലുള്ളവരുടെ സംശയം, അതെല്ലാം അസ്ഥാനത്താവുകയാണ്. കേട്ടില്ലേ പി സി ജോർജ്? അദ്ദേഹത്തിലേക്ക് വരാം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ മെറിറ്റിലെ ഫൈൻഡിങ്സ് വന്നത് നാളെ ട്രയലിനെ ബാധിക്കുമെന്ന് അഡ്വക്കേറ്റ് അജിത്ത് പറഞ്ഞത് ഒരുപക്ഷെ ശരിയായിരിക്കും. പക്ഷേ അതിനേക്കാട്ടിൽ കൂടുതൽ ഉണ്ടാകാവുന്ന ഒരു അപാകത മെറിറ്റിലുള്ള ഫൈൻഡിങ്സ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് സെഷൻസിൽ ഇനി മൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബെയിൽ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ വേറൊരു സ്റ്റേജിൽ സെഷൻസ് കോടതിയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ മെറിറ്റിലെ ഫൈൻഡിങ് ആ സെഷൻസ് കോടതിയെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യുന്നുണ്ടെന്ന് വിലക്കുമെന്ന് തന്നെ ഞാൻ പറയുന്നു. പിന്നെ ഞാൻ പറയുന്നത് ഈ ഫൈൻഡിങ്സ് നിലവിലുള്ള CD-യിലെ കണ്ടൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അത് ഇനിഷ്യലി അത് പറഞ്ഞു പോയിട്ട് അതിനുശേഷമാണ് ഇപ്പോൾ ബെയിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ അത് കോടതിയുടെ കൺമുമ്പിൽ ഇപ്പോൾ കണ്ട തെളിവുകളെയൊക്കെ കൗണ്ടർ ചെയ്യാവുന്ന തരത്തിലുള്ള നല്ല ട്രയൽ ഒരുപക്ഷെ നടത്താൻ സാധിക്കുമായിരിക്കും, നമുക്കറിയില്ല. പൂർണ്ണമായി ഏതൊരു ഒരു കാര്യം വ്യക്തമായി, പുറത്തുനിന്ന് എല്ലാവരും പറഞ്ഞല്ലോ ദിലീപിനെതിരെ യാതൊരു തെളിവുമില്ല, ഒരു തെളിവുമില്ലാതെ ദിലീപിനെ എങ്ങനെ സ്കേപ്പ് കോട്ടാക്കി എന്നും സോഷ്യൽ മീഡിയ പ്രചരണം എന്തെല്ലാം പ്രചരണമായിരുന്നു. അതിന്റെ മുൻപിൽ പി സി ജോർജ് താങ്കൾ ഇനി പറയൂ. കോടതികൾ വിലയിരുത്തിയിരിക്കുന്നു, മജിസ്ട്രേറ്റ് കോടതിക്ക് ശേഷം കോടതി ദിലീപിന്റെ സ്ഥാനത്ത് നികേഷൻ എഴുതി വെച്ചിട്ട് നികേഷൻ എങ്ങനെ ഉണ്ടാകും? 5 തവണ നികേഷും പൾസർ സുനിയും മീറ്റ് ചെയ്തിട്ടില്ല, ദിലീപ് മീറ്റ് ചെയ്തിരുന്നു. ദിലീപ് തുടർച്ചയായി എടുത്തിട്ടുള്ള വാദം എന്ന് പറയുന്നത് ഈ പൾസർ സുനിയെ എനിക്ക് അറിയുകയേ ഇല്ല എന്നുള്ളതാണ്. കോടതി ഈ ക്രൈം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം, കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധമൊക്കെ എടുത്തു പറഞ്ഞിരിക്കുന്നു ഈ വിധിയിൽ. ഇല്ല, ഇങ്ങനെ അബദ്ധം നികേഷ് പറയരുത്. ആ ജഡ്ജ്മെന്റിൽ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ്സ് ആണ്. ആർഗ്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ കേസ് എൻക്വയറി നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഹൈക്കോടതി ജാമ്യം കൊടുക്കാൻ കഴിയില്ല. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത് കിട്ടാൻ സാധ്യതയില്ലെന്ന്. അതെ, താങ്കൾ പറഞ്ഞു എന്നുള്ളതല്ല, ലോകത്തെല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു ക്രൈം ചെയ്ത ആർക്കും ജാമ്യം കിട്ടില്ല എന്ന്. താങ്കൾ പറയുന്നത് പോലെ ആർഗ്യുമെന്റ്സിന്റെ പാരഗ്രാഫുകളല്ല ഞാൻ എടുത്തു വായിക്കുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് ആളൂർ എടുത്തു വായിച്ചത് 10ാമത്തെ പാരഗ്രാഫ് മുതൽ ഒബ്സർവേഷനാണ് കോടതിയുടെ. ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞില്ലേ പ്രീ മച്ചുറാണ് ഹൈക്കോടതിയുടെ പ്രിമച്യൂർ ആണ് എന്നുള്ളതല്ല, ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാൻ ഐ ഫീൽ that it is too early at this stage to grant bail to the petitioner എന്നാണ്. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന മൊബൈൽ ഫോൺ കണ്ടെടുക്കാനുണ്ട്, ഈ പറയുന്ന മെമ്മറി കാർഡ് കണ്ടെടുക്കാനുണ്ട്. ഈ മെമ്മറി കാർഡ് കണ്ടെടുത്തിട്ടില്ല എങ്കിൽ നടിയുടെ ജീവന് ഭാവിക്ക് ഒക്കെ ബാധിക്കാവുന്ന വിഷയങ്ങൾ അതിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് കാണിക്കുന്നത്. എന്റെ നികേഷ് തുടങ്ങി എന്താ ചെയ്യുന്നത്? എന്നാ പറഞ്ഞാലും മനസ്സിലാക്കാൻ തല്ലാൻ പറ്റുമോ എനിക്ക്? അതായത് ഈ കാർഡുകളൊക്കെ അതാണ് പറയുന്നത്. ഈ പറയുന്ന സീനിയർ കൗൺസിൽ തന്നെ പറയുന്നുണ്ട്, 19 എല്ലാവർക്കും ചർച്ചയിൽ ഇടപെടാമേ. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചോദ്യത്തിന് വേണ്ടി കാത്തു കേട്ടതില്ല. ഈ ചർച്ചയിൽ 19 സർക്കംസ്റ്റാൻസസ് മെൻഷൻ ഇൻ ദ റിമാൻഡ് റിപ്പോർട്ട്. അപ്പോൾ 19 സാഹചര്യങ്ങൾ തെളിവുകളായിട്ട് കണ്ടെത്തിയല്ലോ പോലീസ്. ആ സാഹചര്യങ്ങളാണല്ലോ റിമാൻഡ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ആ സാഹചര്യങ്ങളെ ഖണ്ഡിക്കാനാണ് കോടതിയിൽ ആർഗ്യുമെന്റ് നടന്നത്. ഈ സാഹചര്യങ്ങളൊന്നും കീഴ്ക്കോടതി കണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ മേൽക്കോടതി കണക്കാക്കിയില്ലെന്നാണോ ഈ ജഡ്ജ്മെന്റ് നമ്മൾ പറയേണ്ടത്? 19 സർക്കംസ്റ്റൻസസ് സംബന്ധിച്ച് ദിലീപിന്റെ പ്രതിഭാഗം പറയുന്നത് അതൊന്നും തന്നെ ദിലീപിനെ കണക്ട് ചെയ്യുന്നില്ല എന്നാണ്. ദിലീപിനെ കണക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണോ? 5 പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ ഇവിടെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം 2013 മുതൽ 2017 വരെയുള്ള 5 പ്രത്യേക സാഹചര്യങ്ങൾ. ആ 19 സാഹചര്യങ്ങൾക്കാണ് 13 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. പിന്നെ 10 മണിക്കൂറും പിന്നെ അതിനുശേഷം 10 മണിക്കൂർ. താങ്കളുടെ വാദം എന്താണ്? അപ്പോൾ അതുകൊണ്ടാണ് ഈ സാഹചര്യങ്ങൾ കണക്കാക്കിയാണ് കോടതി ഒരു ഒബ്സർവേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. കോടതി ഒബ്സർവേഷൻ കൊണ്ടുവന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന കേസിന് സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നും എവിഡൻസുകൾ ഉണ്ടെന്നും ആ എവിഡൻസിൽ ഊന്നിക്കൊണ്ടാണ് ഇതൊരു സീരിയസ് ഒഫൻസ് ആണെന്നും ഈ സീരിയസ് ഒഫൻസിൽ പോലീസ് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ഈ ക്രൂഷ്യൽ സ്റ്റേജിൽ ജാമ്യം കൊടുക്കുവാൻ സാധ്യമല്ല എന്നുള്ളതുമാണ്.
അതോ ഈ സാഹചര്യങ്ങളെല്ലാം കോടതി കണക്കാക്കിയിട്ടുണ്ട്. കോടതി കേസ് ഡയറിയുടെ നന്നായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. കോടതിയുടെ ആർഗ്യുമെൻ്റ് അല്ല ഇതെല്ലാം, കോടതിയുടെ ഒബ്സർവേഷനാണ് പേജ് നമ്പർ 11 മുതൽ പേജ് നമ്പർ 18 വരെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ്, അത് മാത്രമല്ല ഇത് അപൂർവമായ കേസാണ്. യുണീക്ക് എന്ന വാക്കിന് അപൂർവം എന്ന് തന്നെ തീർച്ചയായും 17ാമത്തെ പേജിലുണ്ട്. There is a unique considering the seriousness and meticulous planning, the cruel nature of execution. അതാണ് പറയുന്നത്. കോൺസ്പിറസി നടത്തുക മാത്രമല്ല, കോൺസ്പിറസി എക്സിക്യൂട്ട് ചെയ്തു. അതാണ് ഈ ജഡ്ജ്മെന്റിൽ 17ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ബീയിങ് എ ക്രൈം എക്സിക്യൂട്ടഡ് ഈസ് ദ വീക്ക് വെഞ്ചിയൻസ് ഓഫ് എ വുമൺ ഈസ് എൻഗേജിങ് ക്രിമിനൽസ്. ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി ക്രിമിനൽസിനെ ഏർപ്പെടുത്തി അവരെ പ്രതികാര നടപടി എടുത്തു എന്നാണ് ഇതിലൂടെ കോടതി ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. ഇത് കോടതിയുടെ ഒബ്സർവേഷനാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അതാണ് ഞാൻ നേരത്തെ പ്രധാനമായ ഒരു കാര്യം ഞാൻ പറയുന്നത്. അതിനകത്ത് പ്രധാനമായ ഒരു കാര്യം, ദിലീപിനെ പ്രിമാ ഫേസി കണക്ട് ചെയ്യാനുള്ള എവിഡൻസ് ഉണ്ട് എന്ന് കോടതി പറയുന്നതിലൂടെ ഒരു മെസ്സേജ് ഉണ്ട്. ദിലീപിനെ ആരും സ്കേപ്പ് ഗോട്ട് ആക്കിയിട്ടില്ല. ദിലീപിനെ ഒരു തെളിവില്ലാതല്ല ആരും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള എവിഡൻസ് ഉണ്ട് എന്നത് കേസ് ഡയറി നോക്കിയിട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അതോടുകൂടി ഇതുവരെ പോലീസ് മനഃപൂർവ്വം ദിലീപിനെ പ്രതി ചേർത്തു, അദ്ദേഹത്തിനോട് വലിയ ക്രൂരത ചെയ്യുന്നു എന്ന് പറയുന്ന വാദം പൊളിയുകയാണ്. ഇനിയും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇത്തരം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല. ഞാൻ പറയുന്നു, ഒരു കാര്യം വ്യക്തമായി പറയുന്നു, ദിലീപ് ഇൻഫ്ലുവൻഷ്യലാണ്. ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വാധീനിക്കപ്പെടും എന്നൊക്കെ ഈ തോന്നുന്ന ഇംപ്രഷൻ ഉണ്ടാകുന്നത് അദ്ദേഹത്തെ പോലൊരു കലാകാരന് പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പുറത്തിറങ്ങിയാൽ അത്തരം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് പുറത്തുണ്ട്. ആ കമ്മിറ്റ്മെന്റ്സ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് പലർക്കും ഉണ്ടാകുന്നു. അദ്ദേഹം സ്വാധീനിക്കില്ല എന്ന ബോധ്യം ഉണ്ടാക്കുക ചെയ്യേണ്ടത്. ഇനിയെങ്കിലും ചെയ്യേണ്ട ഒരു വ്യക്തമായി ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിന് പുറത്തേക്ക് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായ പ്രൊപ്പഗൻഡ അടിച്ചിറക്കുന്നത് നിർത്തണം. അദ്ദേഹത്തിന് ഏതായാലും പ്രതി ചേർത്തിരിക്കുന്നു. അദ്ദേഹത്തിന് അവസരം കിട്ടും അദ്ദേഹത്തിന് നിരപരാധിത്വം ഉണ്ടെങ്കിൽ തെളിയിക്കാൻ. അതുവരെ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനോട് സഹകരിക്കുക. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ, ഞാൻ പറയുന്നു, ഈ ബെയിൽ ആപ്ലിക്കേഷൻ ആന്റിസിപ്പേറ്ററി ഒക്കെ മൂവ് ചെയ്യുന്ന അതവരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി നേരത്തെ തന്നെ അവർ പോലീസിനോട് സഹകരിച്ച. താങ്കളൊക്കെ പറഞ്ഞു വന്നതിന് സമാന്തരമായി തന്നെയാണോ ഇപ്പോൾ കോടതിയും കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ പണത്തിന് മേലെ പറക്കുന്ന പരുന്ത് ഇന്ന് ചിറകറ്റ് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ആ കുട്ടി അന്ന് പറഞ്ഞിരുന്നു, എനിക്ക് ദിലീപിനോട് ഒരു വൈരാഗ്യമില്ല, അദ്ദേഹത്തിനോട് എനിക്കൊരു യാതൊരു വൈരാഗ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അതിനെ കയറി പിടിച്ചു എല്ലാവരും കൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒച്ചയിട്ടപ്പോൾ ദിലീപ് എന്താണ് പറഞ്ഞത് പോലീസിനോട്? എനിക്ക് ഒടുങ്ങാത്ത പകയായിരുന്നു, എൻ്റെ കുടുംബജീവിതം തകർത്ത ആ പെൺകുട്ടിയോട് എനിക്ക് ഒടുങ്ങാത്ത പകയായിരുന്നു. മാത്രമല്ല ഇതുപോലെ ബലാത്സംഗം വരുന്ന പെൺകുട്ടികൾ ഒന്നല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സിനിമാക്കാരായ കുറേ പേർ ഇതെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം നിന്ന് അദ്ദേഹം നിരപരാധിയാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അതല്ല, അദ്ദേഹം നിരപരാധിയല്ല എന്ന് ചങ്കുറപ്പോടെ ഞങ്ങൾ ജീവൻ പണയം വെച്ചാണ് പറഞ്ഞത്. ഈ 800 കോടിയും ഈ അധോലോക സംഘവും എല്ലാം ഉള്ള ആളുടെ മുമ്പിൽ വന്ന് അല്ല ദിലീപിന് ഇതിൽ പങ്കുണ്ട് എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ ഞങ്ങളെല്ലാം എത്രയോ റിസ്ക് എടുത്തിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അതേ അഭിപ്രായത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കോടതി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞ പോലെയാണ് ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ തിരുത്തണം, നിങ്ങൾ മാറണം, ഇനി ഇരയോടൊപ്പം ഇനിയെങ്കിലും നിൽക്കണം എന്നാണ് എനിക്ക് ഈ സിനിമാക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. ശ്രീ ലിബർട്ടി ബഷീർ, ഈ കോടതി വിധി താങ്കളെ സംതൃപ്തനാക്കുന്നുണ്ടോ? ലിബർട്ടി പറഞ്ഞോ. മൊത്തം എന്നെ മാത്രമല്ല, കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ദിലീപ് ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഇപ്പൊ മജിസ്ട്രേറ്റ് കോടതി സാധാരണ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുക്കില്ല, ഒന്നൊക്കെ ഭയന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ നിയമസാധ്യത ഉണ്ടാവില്ല. ഇവിടെ ഹൈക്കോടതി ജഡ്ജി വ്യക്തമായിട്ട് പറഞ്ഞതില് ഒരു കാര്യം മനസ്സിലാക്കി നികേഷ്, ഇപ്പൊ ഇത്രയും വക്കീൽമാർ പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ജഡ്ജി കേസ് ഡയറി സീൽ ചെയ്തിട്ട് കൊടുക്കുന്ന കേസ് ഡയറി, സാധാരണ കേസ് ഡയറി ആവശ്യപ്പെട്ടാൽ കോടതിയിലോ ഹൈക്കോടതിയിലോ മജിസ്ട്രേറ്റോ കൊടുക്കുന്ന സീൽ ചെയ്യാണ്ട് കൊടുക്കുന്നതാണ്. ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും കേസ് ഡയറി സീൽ ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പൊ അവിടുത്തെ അതിലെ ഒരു കാര്യവും പുറത്തു പോകാൻ പാടില്ല എന്നുള്ള
അവിടുത്തെ കീഴുദ്യോഗസ്ഥന്മാർ വരെ അറിയാൻ പാടില്ല. അതിന്റെ ജഡ്ജിക്ക് നേരിട്ട് ഫയൽ ചെയ്യുന്നുണ്ട്, ജഡ്ജിയെ പഠിക്കുകയെന്ന്. അപ്പം ആ കേസ് ഡയറിയിൽ എല്ലാം ഇവന്റെ കുറ്റസമ്മതം അടക്കം ഉണ്ടാവുമല്ലോ, ദിലീപിന്റെ കുറ്റസമ്മതം അടക്കം അതിലുണ്ടാവും. അപ്പൊ അത് വായിച്ചിട്ടാണ് ഇന്ന് എന്തെല്ലാം രാംകുമാർ സാർ ആർഗ്യൂ ചെയ്താലും ആ കേസ് ഡയറി ശ്രീ ലിബർട്ടി ബഷീർ, ഇക്കാര്യത്തിൽ കോടതി അവസാന ഘട്ടത്തിൽ ഗൗരവമായ ആവശ്യത്തിലേക്ക് കടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ദിലീപിന് ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുത്തുകൂടാ എന്നതിന് മറ്റൊരു കാരണമുണ്ട് എന്ന് വ്യക്തമാക്കി ചൂണ്ടിക്കാണിക്കുന്നത് മൊബൈൽ ഫോണും മെമ്മറി കാർഡും കണ്ടെടുത്തിട്ടില്ല. ഇരയുടെ ജീവിതത്തിൽ വലിയ ഭീഷണിയായി നിലനിൽക്കുന്നത് ഈ മെമ്മറി കാർഡാണ്. പ്രതികൾ കേസന്വേഷണത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട്, മെമ്മറി കാർഡ് ദുരുപയോഗിക്കാൻ സാധ്യതയുണ്ട്. ദിലീപിന് കാര്യമായ സ്വാധീനമുണ്ട്, അദ്ദേഹം നിർമ്മാതാവാണ്, ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലുണ്ട്, അദ്ദേഹത്തിന് തിയേറ്ററുണ്ട്, നല്ല രീതിയിലുള്ള സ്വാധീനം സിനിമാ മേഖലയിൽ ആകെയുണ്ട്. സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്, ഈ മെമ്മറി കാർഡ് വലിയ തരത്തിൽ ദുരുപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ ദിലീപ് ഇപ്പോഴും കസ്റ്റഡിയിൽ വേണം, ദിലീപ് ഇപ്പോഴും ജയിലിനകത്താകണം എന്ന കാര്യത്തിൽ കോടതിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. ആ നിർബന്ധ ബുദ്ധിയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? നികേഷ്, ഇന്ന് തീർച്ചയായിട്ടും ഇന്ന് ഹൈക്കോടതിയേറ്റം ദിലീപ് ജാമ്യം കൊടുത്തെങ്കിൽ ഈ കേസ് ഇന്നത്തോട് തീർന്ന്, അതോടുകൂടി പിന്നെ കേസ് എന്നുള്ള ആ കുട്ടിന്റെ കുട്ടി അനുഭവിച്ചോടെ നമ്മൾ സംസാരിച്ചത്, ഞാനും ആലപ്പി അഷ്റഫിനെ പോലത്തെ ആൾക്കാർ സംസാരിച്ച് അത് നമ്മളുള്ള വൈരാഗ്യം കൂടുതൽ ഉണ്ടാവും. അതോടെ ആ കേസ് തീർന്ന്. കോടതി ബുദ്ധിപൂർവ്വം കോടതിക്ക് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ദിലീപ് അകത്തുണ്ടായാൽ മാത്രമാണ് ഈ കേസ് തെളിയും. ഇവിടെ അപ്പുണ്ണിനെ കിട്ടണം. പ്രതീഷ് ചാക്കോ എന്നുള്ള വക്കീൽ ഇവിടെ വീണ്ടും കളിക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന ടെലിഫോണും മറ്റേതൊന്നും എവിടെയും പോയിട്ടുണ്ടാവില്ല. ഇവിടെ ഈ വക്കീലിന്റെ തെറ്റായ തുടക്കം മുതൽ ഇന്നലെ വരെ കൊടുത്ത എല്ലാ വലിയ പ്രഗത്ഭനായ വക്കീലാണ്, എന്റെ കൂടെ വക്കീലാണ്, ഏത് വക്കീൽ അഡ്വൈസ് കൊടുത്താലും ഇന്ന് വരെ കൊടുത്ത വക്കീലിന്റെ എല്ലാ അഡ്വൈസും തെറ്റായിട്ടാണ് ദിലീപിന് എതിരായിട്ടാണ് വരുന്നത്. തുടക്കം മുതൽ ഞാൻ നേരത്തെ പല നിങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞത്, തുടക്കം മുതൽ ദിലീപിന് കൊടുക്കുന്ന അഡ്വൈസ് എല്ലാം ദിലീപിന് എതിരായിട്ടാണ് വരുന്നത്. ഇപ്പൊ ഈ അവസാന സമയത്തും ദിലീപിന് എതിരായിട്ടാണ് വന്നത്. അപ്പുണ്ണിനെ കൊണ്ടിട്ട് ഒളിവിൽ താമസിച്ച് അപ്പുണ്ണിനെ അറസ്റ്റ് നേരത്തെ നടക്കുകയാണെങ്കിൽ അതൊക്കെ അതിന്റെ മറ്റു വിശദാംശങ്ങൾ. ബഷീർ നോക്കൂ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ ദിലീപ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന ആളാണ്? ദിലീപ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരാൾക്ക് മാത്രം കൊട്ടേഷൻ കൊടുത്താൽ പോരല്ലോ. ദിലീപ് വിശ്വസിക്കുന്നത് തൻ്റെ വിവാഹബന്ധം തകരാനിടയാക്കിയതിൽ ഒരാൾ ഇവരാണ് എന്നാണ്. അങ്ങനെ നിരവധി പേരുണ്ടല്ലോ. ആ നിരവധി പേരിലില്ലാതെ ഈ ആളിൽ മാത്രമായി ഇത് ഒതുങ്ങിയതെന്തേ? നികേഷ്, ഇവിടെ ഈ കൊട്ടേഷൻ വിജയിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കോ, ഇവിടെ സംയുക്ത വർമ്മ, ഈ ഗീതു മോഹൻദാസ്, അതൊക്കെ അതിൽ ഒരു വിജയിച്ചിരുന്നെങ്കിൽ പൾസർ സുനി ഇവിടുത്തെ സൂപ്പർ പ്രൊഡ്യൂസറായി മാറിയേന്, ഒരു ദാവൂദ് ഇബ്രാഹിം മലയാള ഇതിലുണ്ടായേനെ. വീണ്ടും എല്ലാവരെയും അടിച്ചമർത്തിക്കൊണ്ട് പൾസർ സുനി ഈ ഇൻഡസ്ട്രി ഭരിച്ചേന്. തീർച്ചയായിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം പറയാം, ഇവിടെ നിങ്ങളൊന്നും അറിയപ്പെടാത്ത ഒരു വ്യക്തിയുണ്ട് കിടക്കുന്നത്. അത് ദിലീപിനെ ലക്ഷ്യമിട്ട വ്യക്തിയാണ് ശ്രീകുമാർ എന്നുള്ള ഡയറക്ടർ. അദ്ദേഹത്തിന് അവസാനത്തെ ലക്ഷ്യം എന്റെ കുടുംബം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നോട് നേരിട്ട് ദിലീപ് പറഞ്ഞത്. എന്റെ കുടുംബം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ശ്രീകുമാർ വ്യക്തി, അവൻ ഇപ്പം മഞ്ജു വാര്യർ കാഴ്ചവെക്കുകയാണ് പല സ്ഥലത്തും. അവനെ എതിർക്കണമെന്ന് തന്നെ എന്നോട് വ്യക്തിപരമായിട്ട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഫോണിൽ കൂടെ. ഇതൊന്നും ഞാൻ ദിലീപിനോട് വെറുപ്പ് കൊണ്ട് പറയുന്നില്ല. ഇതെല്ലാം അവസാനത്തെ ലക്ഷ്യം അവനായിരിക്കും. ഇത് സക്സസ് ആയെങ്കിൽ ഈ ശ്രീകുമാറിന്റെ വ്യക്തി ഇന്ന് ലോകത്തുണ്ടാവില്ലേനും, അയാള് എവിടെ മണ്ണിനടിയിലേക്ക് പോയേനും. ഈ മറ്റേ രണ്ട് പെൺകുട്ടിയോട് കല്യാണം കഴിച്ചു വേണ്ടും വീട് ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇത്രയും ക്രൂരമായിട്ട് ചെയ്യുന്നുള്ളത് നികേഷ്, ഇനിയും നിങ്ങൾ മനസ്സിലാക്കും എന്റെ ക്രൂരത എന്താന്നുള്ളത്. ഈ ക്രൂരതയാണ് ഈ 17ാമത്തെ പാരഗ്രാഫിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് കോടതി അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതാണ് എനിക്ക് വായിക്കാൻ താങ്കൾ പറയുന്നതാണ്. കോഡ് ഹാവ് ടു ബി സർക്കംപെക്ട് ടു ഗ്രാൻഡിങ് ബെയിൽ ഇൻ സച്ച് കേസസ്. ഇങ്ങനെയുള്ള കേസുകൾ വരികയാണെങ്കിൽ ഒരിക്കലും കോടതികൾ നിർബന്ധിതരാവില്ല ജാമ്യം കൊടുക്കാൻ എന്നാണ് പറയുന്നത്. സർക്കംസ്പെക്റ്റിന്റെ അർത്ഥം എന്ന് പറയുന്നത് കോടതി കുറെ കൂടി ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറണം. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കണ്ണടയ്ക്കാതിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കൺക്ലൂഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറ്റുള്ള റിക്കവറിയെ കുറിച്ചും മറ്റുള്ള അന്വേഷണങ്ങളെ കുറിച്ചും ഇനി വരാൻ പോകുന്ന അന്വേഷണങ്ങളെ കുറിച്ചും ഇനി വരാനിരിക്കുന്ന ആളുകളെ കുറിച്ചും കോടതി വേവലാതിപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അന്വേഷണത്തിൽ കോടതി ഇടപെടുന്നുണ്ട്. അല്ലെങ്കിൽ ആ അന്വേഷണം നടക്കണമെന്ന് ഒരുപക്ഷെ ഈ പറയുന്ന ജഡ്ജ്മെന്റിലൂടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ജാഗ്രതയോടും വിവേചന ബുദ്ധിയോടും കൂടി മാത്രമേ ഇത്തരം ജാമ്യാപേക്ഷകളിൽ കോടതിക്ക് ഇടപെടാൻ കഴിയൂ എന്ന് ഈ കോടതി കരുതുന്നു. അത് നേരത്തെ ആളൂർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൽ വരാനിരിക്കുന്ന ആളുകളുണ്ട്. ഇനി ഇവിടെ കിട്ടാനുള്ള മൊബൈൽ ഫോൺ ആയാലും മെമ്മറി കാർഡ് ആയാലും ആ ഉത്തരവാദിത്വം കോടതിക്ക് നിർവഹിച്ചേ തീരൂ.
അതെ, ഞാൻ ഒരു നികേഷന്റെ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും സ്വാധീനം ഉണ്ടാക്കിയത് അദ്ദേഹത്തിന് ഒരു വിനയായി മാറിയിരിക്കുന്നു എന്നൊക്കെ വായിച്ചു നോക്കൂ. അദ്ദേഹം ഈ സ്വാധീനമുള്ള ആളായി മാറിയത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതായിരിക്കുന്നു. ഇത് സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാം പിടിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, എല്ലാ സ്വാധീനവും നമ്മൾ ഉറപ്പിക്കുമ്പോൾ, ആ സ്വാധീനമാണ് ഇന്ന് അദ്ദേഹത്തിന് അകത്ത് കിടക്കാനുള്ള കാരണമായി മാറിയെങ്കിൽ ഓരോ മേഖലയിലും നമ്മളിപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമുക്ക് അവകാശപ്പെട്ടതിനപ്പുറത്ത് നിന്നുകൊണ്ട് സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അവസാനം വിനയായി മാറും. ഇവിടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ദിലീപിന്റെ മോട്ടീവ് കോടതി കണ്ടു, ദിലീപിനെ കണക്ട് ചെയ്യാനുള്ള എവിഡൻസ് ഉണ്ടെന്ന് കോടതി കണ്ടു, ദിലീപ് സ്വാധീനമുള്ള ആളാണെന്ന് കോടതി കണ്ടു. അതുകൊണ്ട് മാത്രം ഈ സ്റ്റേജിൽ നമുക്ക് ബെയിൽ കൊടുക്കാൻ കോടതിക്ക് ബെയിൽ കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച മറ്റൊരാൾ പുറത്ത് അങ്ങനെയല്ല എന്ന് പറയാൻ സാധിക്കുന്നില്ല. സുപ്രീം കോടതിയിൽ പോയിട്ട് ഇതൊന്നും അല്ല എന്ന് കണ്ടെത്തുന്നത് വരെ. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ പോലീസ് ആരെയോ ദ്രോഹിച്ചു എന്നോ അല്ലെ സമൂഹങ്ങൾ മറ്റേ മാധ്യമങ്ങൾ ദ്രോഹിച്ചു എന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങൾ നിർത്തണം. ഇപ്പോൾ കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മമായി ഇനി ഇദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അല്ലാതെ ഇനിയും ഇതിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഇനിയും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ആളുകൾ വരരുത്. കോടതി നേരത്തെ ആളൂർ ചൂണ്ടിക്കാണിച്ച വിഷയത്തിലേക്ക് തന്നെ അസാധാരണ കേസ്, അസാധാരണം എന്ന് സാധാരണഗതിയിൽ കോടതി പറയുക മർഡർ കേസുകളിലാണ്, മർഡർ റേപ്പ് പോലുള്ള കേസുകളിലുമാണ്. ഇവിടെ ഡയബോളിക് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ക്രൂരത എന്നുള്ള വാക്ക് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൂ. 15 വർഷം മുമ്പ് ദിനേശ് പണിക്കരുടെ കാര്യത്തിൽ ഞാൻ സൂക്ഷ്മതയോടുകൂടിയുള്ള ആസൂത്രണം, ക്രൂര സ്വഭാവം, മറ്റുള്ളവരെ ഉപയോഗിച്ച് ലൈംഗികമായി ഉപദ്രവിക്കുക. ഇദ്ദേഹം ക്രൂരനായ ഒരു തമാശക്കാരൻ എന്ന് പറഞ്ഞ് ഞാൻ ദിനേശ് പണിക്കരുടെ കാര്യത്തിൽ ഞാനൊരു പത്രത്തിൽ എന്റെ ഒരു വാർത്ത വന്നിരുന്നു അന്ന് കൊടുത്ത 15 വർഷം മുമ്പ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്രൂരത ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇന്ന് ആ കോടതി വിധിയിൽ അദ്ദേഹത്തിന്റെ ക്രൂരത എന്നുള്ള വാക്ക് അതേ വാക്ക് തന്നെ വന്നിട്ടുണ്ട് ഇന്നത്തെ വിധിയിൽ. അഡ്വക്കേറ്റ് ശാസ്ത്രമംഗല അജിത്ത്, നോക്കൂ, ഈ വാചകങ്ങൾ എത്ര കണ്ട് ഉപദ്രവകരമാകും ദിലീപിന്? അല്ല, ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിനെ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ബെയിൽ ആപ്ലിക്കേഷന്റെ ടൈമിങ്ങിനെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം വിയോജിപ്പുണ്ട്. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മെറിറ്റിലേക്ക് ഒരുപാട് ഫൈൻഡിങ് വന്നു. അത് സാധാരണഗതിയിൽ അതൊരു ട്രയൽ ജഡ്ജിനെ എഫക്ട് ചെയ്യാം. അപ്പം അതുകൊണ്ട് ഇനി ആകപ്പാടെ ഇതിനകത്ത് സന്തോഷിക്കാനായിട്ടുള്ള ഒരേ ഒരു പോയിന്റേ ഉള്ളൂ. അവസാനത്ത് അദ്ദേഹം അത് എഴുതി വിട്ടപ്പോഴത്തേക്ക് അവസാനം അദ്ദേഹം പറഞ്ഞു ഇറ്റ്സ് ടു ഏർലി അറ്റ് ദിസ് സ്റ്റേജ്. അതിനകത്തൊരു ഇൻഡിക്കേഷൻ ഉണ്ട്. ഒരു പക്ഷേ പിന്നീട് ഒരു സമയത്ത് ഒരു അപ്രോപ്രിയേറ്റ് സ്റ്റേജിൽ ഈ ബെയിൽ ആപ്ലിക്കേഷൻ വീണ്ടും റീകൺസിഡർ ചെയ്യാം എന്നുള്ള ഒരു ഇംപ്ലിക്കേഷൻ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ദിലീപിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പോംവഴി, പ്ലീസ് വെയിറ്റ്, ആ അപ്പുണ്ണിയുടെ അറസ്റ്റ് വരട്ടെ, പിന്നെ ആ മൊബൈൽ കാർഡിനെ പറ്റിയുള്ള ഒരു വ്യക്തത കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവട്ടെ, പിന്നെ പ്രതീഷ് ചാക്കോയെ സംബന്ധിച്ച് ചില പരാമർശങ്ങളുണ്ട്, അതും കുറച്ചുകൂടെ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് ക്ലിയർ ആവട്ടെ. അപ്പോഴത്തേക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവും, വെള്ളം കുറച്ചുകൂടെ ക്ലിയർ ആവും. അഡ്വക്കേറ്റ് അജിത്ത്, ഈ പോലീസിന്റേതായ വഴികൾ ഉണ്ടാകുമല്ലോ. നമുക്ക് അറിയാവുന്നതുപോലെ പൾസർ സുനി ജയിലിലായതിനു ശേഷം പോലീസിന്റെ ആസൂത്രണം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2 പേരാണ് ഒളിവിൽ എന്നാണ് സമീപകാലത്ത് വരെ പോലീസ് പറഞ്ഞിരുന്നത്. ഒന്ന് പൾസർ സുനിയും 2 പ്രതീഷ് ചാക്കോയും. പ്രതീഷ് ചാക്കോ വളരെ എളുപ്പത്തിൽ പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പ്രതീഷ് ചാക്കോ പിന്നീട് അന്വേഷണവുമായി സഹകരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ അപ്പുണ്ണിയുടെ കാര്യത്തിലും അത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്? ഏറ്റവും കുറഞ്ഞത് ഇന്നത്തെ ബെയിൽ ആപ്ലിക്കേഷന്റെ കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനം എടുത്തു കഴിഞ്ഞതിന് ശേഷം അപ്പുണ്ണി ഇനിയിപ്പോ പ്രത്യക്ഷപ്പെടാനിടയില്ലേ? തീർച്ചയായിട്ടും ഞാനത് പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെയാണ് നികേഷ് പറഞ്ഞത്. എത്രയും വേഗം അപ്പുണ്ണി രംഗത്ത് വരാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇനിയിപ്പോ അപ്പുണ്ണി രംഗത്ത് വരികയാണെങ്കിൽ അപ്പുണ്ണിയും ദിലീപും തമ്മിലുള്ള ഒരു കോൺഫ്രണ്ടേഷനാണ് നമ്മൾ കാണുക. തീർച്ചയായിട്ടും എന്തായിരിക്കും ഇവരെ രണ്ടുപേരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യലായിരിക്കും? തീർച്ചയായിട്ടും അപ്പുണ്ണിയെ സംബന്ധിച്ചിടത്തോളം അപ്പുണ്ണി ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തുന്നതിന് അപ്പുണ്ണി സഹായിച്ചിട്ടുണ്ടോ? ഇവിടെ അപ്പുണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേസിന്റെ തെളിവ് നശിപ്പിക്കുക എന്നുള്ള ഭാഗത്തിൽ നിന്ന് അത് അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയിനേക്കാൾ കൂടുതൽ ഒരു കുറ്റകരമായ പ്രവൃത്തിയിലേക്ക് ഒരുപക്ഷെ അപ്പുണ്ണി കടന്നിട്ടുണ്ടായിരിക്കാം. പ്രതീഷ് ചാക്കോയെ സംബന്ധിച്ചിടത്തോളം വെറും
മൊബൈല് ഒളിപ്പിച്ചു വെച്ചു, അല്ലെങ്കിൽ മൊബൈലിലെ രഹസ്യങ്ങൾ മാറ്റിവെച്ചു, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ബെയിലബിൾ കുറ്റമാണെന്നും ജാമ്യം. അപ്പുണ്ണിയുടെ കാര്യത്തിൽ അത് കുറച്ചുകൂടി കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ സൂക്ഷ്മതയോടുള്ള ആസൂത്രണം, ക്രൂര സ്വഭാവം, മറ്റുള്ളവർ ഉപയോഗിച്ചുള്ള, അതിനകത്താണ് ജാഗ്രതയോടും വിവേചന ബുദ്ധിയോടും കൂടി കോടതി തീരുമാനം എടുക്കണമെന്ന് കോടതിക്ക് തന്നെ തോന്നി. തീർച്ചയായും ഈ പറയുന്ന സൂക്ഷ്മതയോടുള്ള ആസൂത്രണം അപ്പുണ്ണി ചെയ്തിരിക്കാം. അതുകൊണ്ടാണ് കോടതി അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ കണക്കാക്കും. അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ പിന്നെ അപ്പുണ്ണിയെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ കീഴടങ്ങുകയോ അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയോ അല്ലാതെ വഴികളില്ല. അപ്പോൾ കൂടുതൽ പിക്ചർ ക്ലിയർ ആകും. നോക്കൂ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അപ്പുണ്ണിയും നാദിർ ഷായും വളരെ പ്രധാനപ്പെട്ടതാണ്. കോടതി പറയുന്നു ഇക്കാര്യത്തിൽ നേരിട്ടുള്ള തെളിവുകളൊന്നും കിട്ടാനിടയില്ല, പ്രത്യേകിച്ച് ഈ ആസൂത്രണം വളരെ രഹസ്യ സ്വഭാവമായിട്ടാണ് പോകുന്നത് എന്നുള്ളത് കോടതിക്ക് തന്നെ അറിയാമെന്നും അങ്ങനെ ഉണ്ടാകൂ എന്ന് കോടതി വിലയിരുത്തുന്ന ഘട്ടത്തിൽ നാദിർ ഷായെയും അപ്പുണ്ണിയെയും മാർട്ടിനെയും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ പോലീസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കേസ്. അപ്പോൾ എന്തുകൊണ്ട് നാദിർ ഷായെ നമ്മൾ പൊതു രംഗത്ത് കാണുന്നില്ല എന്നുള്ള ചോദ്യം, എവിടെ പോയി പൾസർ സുനി എന്നുള്ളത്, എന്തുകൊണ്ട് നമ്മുടെ പൾസർ സുനിയുടെ സഹ കുറ്റവാളിയായ എന്താ പുള്ളി അല്ലല്ല ജെൻസൺ ഇവരെയൊക്കെ ഇനി കൂട്ടിയോജിപ്പിക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ പൾസർ സുനിയെ കോടതിയെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അല്ല, അതിനകത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം പിന്നെ അപ്പുണ്ണിക്ക് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുണ്ണി ദിലീപിനോടൊപ്പം കാലങ്ങളായി സഞ്ചരിക്കുന്ന ആളാണ്. ഒരു പക്ഷേ ദിലീപിൻ്റെ എല്ലാ നടപടികളെക്കുറിച്ചും നോളജ് ഉള്ള ഒരാളാണ്. നാദിർ ഷായ്ക്ക് ഒരു വ്യത്യാസം, നാദിർ ഷാ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മാത്രമാണ്. നാദിർ ഷായോട് ദിലീപ് ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നാദിർ ഷായ്ക്ക് ഇൻഫർമേഷൻ ഉള്ളൂ. നേരിട്ടറിയാവുന്ന ചില കാര്യങ്ങൾ അപ്പുണ്ണിയിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പുണ്ണിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായ നോളജ് ഉണ്ടോ, അപ്പുണ്ണി കോൺസ്പിറസിയിൽ പാർട്ടാണോ എന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രൈമായിട്ട് ഇനി വേണ്ടത് അപ്പുണ്ണി തന്നെയാണ്. ദിലീപിലേക്ക് ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങളുടെ എവിഡൻസിന് അപ്പുണ്ണി ഒരു റിക്വയർമെൻ്റ് ആണ്. ദിലീപ് ജാമ്യത്തിൽ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പുണ്ണി പോലീസിനോട് സഹകരിക്കുകയാണ് വേണ്ടത്. അപ്പുണ്ണി പോലീസിനോട് സഹകരിച്ച് പോലീസിന് ഇനിയും വേറൊരു ആളുടെ അറസ്റ്റ് റിക്വയർഡ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലീസ് ഫൈനൽ സ്റ്റേജിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകും. മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് പോയി പിന്നെ ആ സമയത്ത് പിന്നെ ടാവറിൻസ് ടാമ്പറിങ്ങിന്റെ പ്രശ്നമൊന്നുമില്ല. ഒരു പക്ഷേ ദിലീപിന് ബെയിൽ കിട്ടിയേക്കാം. പക്ഷേ ഈ പറഞ്ഞ വക്കീലിന്റെ കാര്യം പറഞ്ഞാൽ വക്കീലിന്റെ അടുത്ത് വേറൊന്നുമില്ല. വക്കീലിന്റെ അടുത്ത് ഒരു ഫോൺ ഏൽപ്പിച്ചെന്നോ ആ ഫോണ് തെളിവ് നശിപ്പിച്ചു എന്നൊക്കെ ഉണ്ടല്ലാതെ വക്കീലിൽ നിന്ന് വേറൊന്നും ഒരു ഇൻപുട്ടും മുമ്പുണ്ടായ സംഭവങ്ങളിൽ നിന്ന് കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നാദിർ ഷാ ബെയിൽ ആപ്ലിക്കേഷൻ ഒന്നും മൂവ് ചെയ്തിട്ടില്ല. കാരണം നാദിർ ഷായ്ക്ക് അങ്ങനെ ഒരു അപ്രിഹെൻഷൻ ഇല്ല, ഒരു അറസ്റ്റ് ചെയ്യുന്നൊരു സാധ്യതയൊന്നും കാണുന്നില്ല. പോലീസിന് പോലും അങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പുണ്ണിയും ഇനി അതുപോലെ വേറെ ആരെയൊക്കെയോ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന ആരാണെന്ന് ഇപ്പോൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ അവരും ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് വരുമായിരുന്നു. ഇപ്പൊ ഏതായാലും അപ്പുണ്ണിയാണ് പ്രൈമായിട്ട് ഇതിന് ഈ ഇൻസിഡൻസിനെ കുറിച്ച് നോളജ് ഉള്ള ഒരാള്. ദിലീപ് പറഞ്ഞതും അല്ലെ ദിലീപ് പറയാത്തതുമായ കാര്യങ്ങളെ കുറിച്ച് അപ്പുണ്ണിക്ക് നോളജ് ഉണ്ട്. ഇപ്പോൾ ഇതുവരെ ദിലീപ് എന്ത് പറഞ്ഞോ ആ പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് പോലീസിന് അപ്പുണ്ണിയെ ഒറ്റയ്ക്കിരുന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒറ്റയ്ക്കിരുന്ന് ചോദിച്ചതിന് ശേഷം ദിലീപിനോടും ചേർത്തെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിനകത്തൊക്കെ കുറെ ഇൻപുട്സ് പോലീസിന് കിട്ടും. അത് അങ്ങനെയാണെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് എനിക്ക് രണ്ടു വാക്ക് പറയാൻ ജഡ്ജി ഹൈക്കോടതി ജസ്റ്റിസ് പറഞ്ഞിട്ടുള്ള അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഇറ്റ്സെൽഫ് the matter was reported to the police and second accused driver whose conduct appeared to be doubtful was arrested. എന്ന് പറഞ്ഞാൽ പോലീസ് നടത്തിയ ഇടപെടലാണ് ഒരു പക്ഷേ ഈ കേസിനെ ഈ വഴി. അതാണ് പാരഗ്രാഫ് നമ്പർ 12 പറയുന്നുണ്ട്. കോടതി അത് കണ്ടിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് കോടതി വിവരിക്കുന്നു. 17/2/2017 സംഭവം സീരിയസ് ആണെന്നും അതിനുശേഷം തിരക്ക് പിടിച്ച ഹൈവേയിലൂടെ വണ്ടി സഞ്ചരിച്ചെന്നും അതിനുശേഷം അത് മൂവിംഗ് കാറിൽ സംഭവിച്ചു എന്നും അതിന് ഫസ്റ്റ് അക്യൂസ് ഇവൻ എൻ്റെ പ്രതി ആണ് കാറിൽ കയറിയെന്നും ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പോലീസിന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പോലീസ് ഡ്രൈവറുടെ സ്വഭാവം കണക്കിലാക്കി ആ സംശയം തോന്നി അറസ്റ്റ് ചെയ്തെന്നും ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഇൻസിഡൻറ്റ്. ഇതാണ് പോലീസിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്നത്.
പോലീസിന്റെ യഥാർത്ഥമായ ഇടപെടലാണ് ഒരു പക്ഷേ ഈ കേസിനെ ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചത്. അതിനകത്ത് എന്താ ഇത്ര പ്രത്യേകതയുള്ളത്? പോലീസിനെ അവിടെ പി ടി തോമസ് അടക്കമുള്ള പൊതുപ്രവർത്തകർ എത്തുന്നു. പൊതുപ്രവർത്തകർ എത്തുമ്പോഴാണ് ഇവിടെ ലിബർട്ടി ബഷീറിനോ അല്ലെങ്കിൽ ആലപ്പി അഷ്റഫിനോ പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല. കോടതിയുടെ മുമ്പിലെത്തിയത് കൊണ്ടാണ് ഇത് ആദ്യത്തെ സംഭവമായി കോടതിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല, അപൂർവമായ കേസായിട്ട് കോടതിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടുമല്ല. പല കേസുകളിലും ഇങ്ങനെയുള്ള കംപ്ലൈന്റ് വരുമ്പോൾ പോലീസ് മുഖം തിരിഞ്ഞിരിക്കുന്നു. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്തില്ല, ഇടപെട്ടു. പോലീസ് ആവശ്യമായ ഇടപെടലുകൾ നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റിൽ നിന്നാണ് പറയുന്നത് കമ്മീഷൻ ഓഫ് ദ ക്രൈം ഈസ് സോ ക്രൂവൽ ആൻഡ് ഡയബോളിക് ആൻഡ് ഈസ് ലയബിൾ ടു ഷേക്ക് ദി സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ അപ്പുണ്ണിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജിൻസന്റെയോ അല്ലെങ്കിൽ നാദിർ ഷായുടെയോ ഒക്കെ കുറ്റസമ്മത മൊഴി? ഈ പറയുന്ന ആരും തന്നെ, ഇപ്പോൾ നാദിർഷയായാലും അപ്പുണ്ണിയായാലും ഇനി അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ആരും തന്നെ ഒരിക്കലും കുറ്റസമ്മത മൊഴി നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യക്തിയാണ് ദിലീപ്. ഒരു പക്ഷേ പൾസർ സുനി ആണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ഗൂഢാലോചന അവിടെ അവസാനിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന ആളുകളെല്ലാം മൊഴി കൊടുക്കുമായിരുന്നു, സാക്ഷികളാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ദിലീപ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും അടുത്ത വ്യക്തി, അല്ലെങ്കിൽ അവരുടെ സംരക്ഷകൻ എന്ന് തന്നെ പറയാം, ജയിലിലായിരിക്കെ ഈ പറയുന്ന വ്യക്തികൾ ഒരിക്കലും ഇനി മൊഴി കൊടുക്കാൻ തയ്യാറാകില്ല. ഇനി തയ്യാറായാൽ തന്നെ പോലീസ് അത് റെക്കോർഡ് ചെയ്യുകയുമില്ല. അതുകൊണ്ട് അതിന് യാതൊരു പ്രാധാന്യവുമില്ല. അഡ്വക്കേറ്റ് അജിത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരു കാര്യം. ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ ദിലീപിനെ കോർണർ ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നത്. ദിലീപ് ഇതിനകത്ത് കോൺസ്പിറസിയിൽ നിൽക്കുന്നതാണ്. കോടതിയുടെ ഫൈൻഡിങ് ബ്രൂട്ടാലിറ്റി ആംഗിളിൽ ഡയറക്ട്ലി പറയുന്നത് ഈ ആളൂരിന്റെ ക്ലയന്റിനെ കുറിച്ചാണ്. ഈ പൾസർ സുനി എന്ന വ്യക്തി ഈ ആക്ട്രസിനോട് ചെയ്തിരിക്കുന്ന ബ്രൂട്ടാലിറ്റി എന്ന് പറയുന്നത് ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പൊ ദിലീപ് അത് കൺസ്പയർ ചെയ്തിട്ട് ദിലീപ് അബറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനെതിരെയുള്ള ഇൻഡിക്മെന്റ്. പക്ഷെ ഇതുപോലെയുള്ള ക്രിമിനൽസ്, ഇത്തരം ക്രിമിനൽസ് നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ ഭീകരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് കോടതി വളരെ കൃത്യതയോടുകൂടി ഒരു പാരഗ്രാഫ് ആ നിലയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ആണെങ്കിൽ ദിലീപ് സൂക്ഷ്മമായ വഴികളിലോ ഇനി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് ഇനി എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധിക്കുക? 1 മൊബൈൽ ഫോൺ, 2 മെമ്മറി കാർഡ്, 3 അപ്പുണ്ണി, 4 നാദിർ ഷായിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ കിട്ടാനുണ്ടോ? ഇത് പൂർത്തിയാക്കുമ്പോഴേക്കും ശരിക്കും കോടതി ഇപ്പോൾ വിവക്ഷിക്കുന്ന എല്ലാ തെളിവുകളുടെയും പൂർണ്ണ രൂപമാകും. അതിനപ്പുറത്തേക്ക് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇവിടെ ഇപ്പോഴും നേരിട്ടുള്ള തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാണിക്കും. ഞാൻ എല്ലാ ചർച്ചകളിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ലക്ഷ്യയിൽ പൾസർ സുനിയും കൂട്ടാളിയും എത്തിയിരുന്നോ? ഈ മെമ്മറി കാർഡ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട തെളിവാണ്. ഇവിടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി വരികയാണ് എന്നാണ്. ഈ കോടതി സാഹചര്യം അതെ, ഈ പറയുന്ന ലക്ഷ്യയില് കാവ്യമാധവന്റെ ഷോറൂമിലേക്ക് ഇവരെത്തിയിട്ടുണ്ട് എങ്കിൽ അത് എത്തിയിട്ടുണ്ട് എന്നും അതിനുള്ള തെളിവുകൾ ഉണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയാവുന്നതേ ഉള്ളൂ. ഹൈക്കോടതി കേസ് ഡയറി കണ്ടതാണ്. ഹൈക്കോടതി ഈ വിഷയം പറയുന്നില്ല. അപ്പോൾ പ്രകടമായ തെളിവുകളുടെ അഭാവം ഇപ്പോഴും ഉണ്ട്. നേരിട്ടുള്ള തെളിവുകളുടെ അഭാവം ഇപ്പോഴും ഉണ്ട്. അല്ല, എന്നോടാണോ ചോദിച്ചത്? അതെ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അഡ്വക്കേറ്റ് ഷാ എന്നോടാണോ ചോദിച്ചത്? അതിനകത്ത് ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാം. തെളിവുകൾ ഇദ്ദേഹത്തെ, അതായത് കോൺസ്പിറസിയില് ദിലീപിനെ ലിങ്ക് ചെയ്യാനുള്ള പ്രിമാ ഫേസി എവിഡൻസ് ഉണ്ട് എന്ന് കോടതി പറഞ്ഞു. അത് ലക്ഷ്യയിൽ കൊണ്ട് കൊടുത്തിട്ടാണോ അല്ലയോ ഒന്നുമല്ല അതിനകത്തെ കാര്യം. അതിനകത്ത് CD-ക്കകത്ത്, കേസ് ഡയറിക്കകത്ത് അതിന്റെ തെളിവുകൾ കോടതി ഐഡന്റിഫൈ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് നിലനിൽക്കില്ല എന്ന് പറയാവുന്ന ഒരു റീസണുമില്ല. ഇനിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് കളക്ട് ചെയ്യുന്ന സ്റ്റേജിലാണ് പോലീസ് നിൽക്കുന്നത്. ആ സ്റ്റേജിൽ ഇദ്ദേഹത്തിന് ബെയിൽ കൊടുക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞു. ഞാൻ പറയുന്നത് ലക്ഷ്യയിൽ കൊടുത്ത കാര്യത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് റൂമേഴ്സ് മാത്രമേ ഉള്ളൂ. അതിനെ സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണമായ വ്യക്തത ഉണ്ടായിരുന്നുവെങ്കിൽ വേറൊരു ആംഗിളിലേക്ക് കൂടെ ഇൻവെസ്റ്റിഗേഷൻ പോകുമായിരുന്നു. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും അതിന്റെ കോൺസ്പിറസിയിൽ നിന്നുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യയെ കണക്ട് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ
ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ലക്ഷ്യം എന്നുള്ളത് അതുകൊണ്ട് ദിലീപിലേക്ക് ഈ കേൾക്കുന്നതാണ്. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് ഇവിടെ കോടതി തന്നെ പ്രോസിക്യൂഷൻ വാദം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രതികൾ ഈ കുറ്റകൃത്യം നടത്തിയതിന് ശേഷം ഈ മെമ്മറി കാർഡും ഫോണും ദിലീപിനെ എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്ന്, അവിടെയും ശ്രമം നടത്തിയെന്നാണ് പറയുന്നത്. ഇത് എത്തിച്ചു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും ലക്ഷ്യയിൽ കൊണ്ടാണ് കൊടുത്തത് എന്ന് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഇതുവരെ റിമാൻഡ് റിപ്പോർട്ടിനോ പിന്നീടുള്ള ജഡ്ജ്മെന്റ്സിനോ സാധിച്ചിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ സാധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. നമ്മൾ എന്തായാലും കേസ് ഡയറി കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ കോടതി അത് പരാമർശിക്കാതെ പോയതാണോ എന്നുള്ളവരെയും നമുക്കറിയില്ലല്ലോ. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, ഇത് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും ബെയിൽ ആപ്ലിക്കേഷന്മേലുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ മാത്രമാണ്. ഇത് സാധാരണഗതിയിൽ അന്വേഷണങ്ങളെ അല്ലെങ്കിൽ കീഴ്ക്കോടതികളെ ബാധിക്കാൻ പാടില്ല. പക്ഷെ അവിടെ ഇനിയിപ്പോൾ രണ്ടാമത് കുറ്റപത്രം സമർപ്പിച്ച് ഈ കേസിൽ എല്ലാ തെളിവുകളും കോടതി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ നേരിട്ടുള്ള തെളിവുകൾ ഇല്ല എന്നുള്ളത് ഒരു വിഷയമായി തന്നെ ഭവിക്കാനിടയില്ലേ? ഇതിനകത്ത് നമ്മൾ കാണാതെ പോകുന്ന ഒരു ഭാഗം സംസാരിച്ചോട്ടെ, പറഞ്ഞോളൂ. ഇതിനകത്ത് നമ്മൾ കാണാതെ പോകുന്ന ഒരു ഭാഗം, ഈ ബെയിൽ ഓർഡറിനകത്ത് അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇൻവെസ്റ്റിഗേഷനിൽ ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്ന്, ആ മെമ്മറി കാർഡ് ട്രേസ് ചെയ്യണം. രണ്ട്, ഇവർ തമ്മിലുള്ള മീറ്റിംഗ്സിനെ പറ്റി കൂടുതലൊരു വ്യക്തത വരുത്തണം. പിന്നെ ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ആ കാവ്യയുടെ ലക്ഷ്യയിൽ മെമ്മറി കാർഡ് കൊടുത്തു എന്നുള്ള കാര്യത്തെ പറ്റി ബെയിൽ ഓർഡറിൽ ഒരിടത്തും ഇവരുടെ പരാമർശം ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ ബെയിൽ ഓർഡർ വായിച്ചു, അങ്ങനത്തെ കാര്യം കണ്ടില്ല. അത് മറ്റുള്ള മീഡിയയിലും മറ്റും വന്നതല്ലാതെ ബെയിൽ ഓർഡറിൽ അങ്ങനെ ഒരു സംഗതി ഞാൻ കണ്ടില്ല. അപ്പൊ ഇതിനകത്തൊന്നും ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിനകത്ത് പോലീസിനെ സംബന്ധിച്ച് എത്രയും വേഗം ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ചെയ്തിട്ട് അവരടുത്ത ബെയിൽ ആപ്ലിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു ഫൈനൽ റിപ്പോർട്ട് പോലീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളൊരു കസ്റ്റഡി ട്രയലിന് തയ്യാറാണ്. കാരണം ഫസ്റ്റ് കേസിന് ബെയിൽ കൊടുത്തിട്ടില്ല. ഫസ്റ്റ് കേസിനും അയാളുടെ കൂടെയുള്ള പ്രതികൾക്കൊന്നും തന്നെ ഈ കേസിന് ബെയിൽ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ബെയിലിന് പോകാൻ തയ്യാറാണ്. അതുകൊണ്ട് ബെയിൽ കൊടുക്കേണ്ട കാര്യമില്ല. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു വാദം കോടതിയിൽ വരാനായിട്ടുള്ള സാധ്യത വളരെ ബ്രൈറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആലപ്പി അഷ്റഫ്, തെളിവുകളുടെ അഭാവം ഇപ്പോഴും നിഴലിച്ച് നിൽക്കുന്ന ഒരു കേസ് തന്നെയാണിത്. പക്ഷേ കോടതി അതിൻ്റെ ഗൗരവം കാണുന്നതെന്ന് വെച്ചാൽ ഇത് വളരെ അപൂർവമായ കേസാണ്. വളരെ ക്രൂരമായിട്ടുള്ള, നോക്കൂ, വൈകുന്നേരം തുടങ്ങി രാത്രി 11 മണി വരെ ഒരു പെൺകുട്ടിയെ ഒരു കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇരുത്തി പീഡിപ്പിക്കുക, വളരെ ശ്രമം നടത്തുന്നു ആ പെൺകുട്ടി രക്ഷപ്പെടാൻ, പക്ഷേ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന അപൂർവം വലിയ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ പക്ഷേ അവിടെയാണ് തെളിവുകളുടെ അഭാവം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് തെളിവുകൾ കൊണ്ടുവന്നിരിക്കും പോലീസ്. അവർ അത്ര ക്ലിയറായിട്ടാണ് കേസ് നേരെ ക്ലിയർ പാതയിലൂടെയാണ്, നേരായ പാതയിലൂടെയാണ് കേസ് അന്വേഷണം പോകുന്നത്. ഇനിയും പലരെ അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇതെല്ലാം കൂട്ടിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ എത്തപ്പെടും. അത് ആരാണ് ഇനിയും കൂടുതൽ അറസ്റ്റ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഉണ്ടാവും. ആരാണത്? ഉണ്ടായിരിക്കാമല്ലോ. പോലീസിനറിയാം ഇനി പറയാൻ പോകുന്ന രഹസ്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടായിരിക്കാം. ഒരുപക്ഷെ സുനിൽ കുമാറിനറിയാമായിരിക്കാം. ഇവിടെ നോക്കൂ, ദിലീപിനെ ആണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ദിലീപിൻ്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരുപാട് ക്രിമിനൽ കേസുകൾ നടത്തിയത് കൊണ്ടാണ് പറയുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് ഒരു കോൺസ്പിറസി മാത്രമാണ് ദിലീപിനെതിരെയുള്ള ആരോപണം. ദിലീപ് ഈ കേസുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ഈ പറയുന്ന ഓർഡർ വായിച്ചാലും, നമ്മൾ പല പത്രമാധ്യമങ്ങൾ വരുന്ന റിപ്പോർട്ടുകൾ വായിച്ചാലും കേട്ടാലും നമുക്ക് മനസ്സിലാകുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് കൊണ്ടുവരുന്ന തെളിവുകൾ എന്തായിരിക്കണം? There is a conspiracy prior to the incident. അത് ഈ 2013 മുതലുള്ളതായിരിക്കണം ഈ പറയുന്ന ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നത് വരെ. അങ്ങനെ ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ ഈ പറയുന്ന കോൺസ്പിറസിയിലൂടെ പ്രതികൾ സഞ്ചരിച്ചിരിക്കണം. എന്നിട്ട് ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം ഒഫൻസ് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കോൺസ്പിറേറ്ററെ അറിയിച്ചിരിക്കണം. അതനുസരിച്ച് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിഫലം നൽകിയിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവസാനം വരെ കണ്ടെത്തിയാലാണ് ദിലീപിനെതിരെ തെളിവുകളുണ്ടെന്ന് പറയാൻ സാധിക്കുള്ളൂ. അതിലേക്കൊക്കെയാണ് പോകുന്നതല്ലോ. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഇപ്പോൾ ലിബർട്ടി ബഷീർ പറയുകയായിരുന്നു ദിലീപ് ചെയ്തത് മുഴുവൻ മണ്ടത്തരമാണ്, ദിലീപിന്റെ ഉപദേശം മുഴുവൻ മണ്ടത്തരങ്ങളായിരുന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾ ഒരറ്റം തോറ്റ് തുടങ്ങും എന്ന് പറഞ്ഞത് തുടങ്ങിക്കഴിഞ്ഞു. പി.ടി. തോമസിന്റെ കാറിൽ എന്തോ പ്രശ്നം നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഇപ്പൊ പറയുന്നു, അഡ്വക്കേറ്റ് ആളൂർ പറയുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്നു പുതിയ ആളുകൾ വരാനുണ്ട് എന്ന്.
ഈ പുതിയ ആളുകൾ ദിലീപിനേക്കാളും ഉയർന്ന ആളുകളാകേണ്ടതില്ല. ദിലീപിന് ഈ നിലയിൽ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ദിലീപ് 100% എങ്ങനെ അറിയാൻ പറ്റും? ദിലീപ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ പ്രൈമാ ഫേസി ദിലീപിന്റെ ബുദ്ധിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ദിലീപ് ഒരു ഫോൺ ഈ പൾസർ സുനിക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കുന്നു. ദിലീപ് അതിനുശേഷം ഒരു കത്ത് അവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞ് പോലീസ് DGPക്ക് നൽകുന്നു. ഇതൊക്കെ തന്നെയും കോടതി കണ്ടിരിക്കുന്നത്, പ്രോസിക്യൂഷൻ കണ്ടിരിക്കുന്നത് വെച്ചാൽ സാധാരണ ഒരു ക്രൈം ചെയ്താൽ എടുക്കുന്ന മുൻകരുതലുകൾ മാത്രമേ ഉള്ളൂ. ഒരു ആലുവക്കാരന്റെ സാധാരണ മുൻകരുതൽ. ശരി, അങ്ങനെയാണെങ്കിൽ എങ്ങനെ നാദിർഷായപ്പെടുത്തിയത്? നാദിർഷ എങ്ങനെ പെടുത്തി? അതുപോലെ പലരെയും പെടുത്തിക്കാണ് ഇതിനകത്ത്. സൂപ്പർ മൈൻഡ് വെച്ചിട്ടാണ് പാവപ്പെട്ട നാദിർഷ പെട്ടുപോയത് അതിനകത്ത്. എന്ന് പറഞ്ഞ പോലെ പലരും പെടും ഇതിനകത്ത്. ഒരുപാട് പേരുണ്ട്. നാദിർഷയുടെ ലെവലിലുള്ള ഒരാളാണോ പ്രതീക്ഷിക്കുന്നത്? അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ. നാദിർഷ ലെവലിനെ കുറിച്ച് ഞാനെന്ത് പറയാനാണ്? കാരണം ഇതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട ലെവലുകളല്ലേ. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കാം. അതുകൊണ്ടാണല്ലോ ചില ആളുകൾ ചില സമയത്ത് മുങ്ങിപ്പോകുന്നതും ചില ആളുകൾ ചില സമയത്ത് പൊന്തുന്നതും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, പലരെയും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. പോലീസ് സംബന്ധിച്ചിടത്തോളം ഒരു കേസ് ഡയറിയിൽ കൊണ്ടുവന്ന എല്ലാ രേഖകളും പോലീസ് കോടതിയിൽ കൊടുക്കണമെന്നില്ല, അല്ലെങ്കിൽ പോലീസ് വെളിപ്പെടുത്തണമെന്നില്ല. ഇനി ഒരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ രേഖകൾ കൂട്ടി വായിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ ആരാണെന്ന് ദിലീപിൽ മാത്രം ഒതുക്കുന്നതാണോ, അല്ലെങ്കിൽ ദിലീപിൻ്റെ ഗൗരവം എത്രയുണ്ട്? രണ്ട് വെല്ലുവിളികൾ. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നോക്കൂ, ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് കൊണ്ടുവരുന്ന തെളിവുകൾ എന്താണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് പൊളിക്കാൻ നോക്കണം. 5 കൂടിക്കാഴ്ചകൾ എന്ന് പറയുന്നു. അപ്പോഴാണ് പ്രതിഭാഗം അഭിഭാഷകൻ രാംകുമാർ പറയുന്നത് ഈ 5 കൂടിക്കാഴ്ചകൾ എന്ന് പറയുന്നത് പലതും മൊബൈൽ ടവറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ രണ്ടുപേരും ഒന്നിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ഗൂഢാലോചന നടക്കണമെന്നില്ല എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകൾ ഇതിനകത്തുണ്ട് എങ്കിൽ വെറും ഒരു ആലുവക്കാരൻ്റെ ബുദ്ധിയല്ല, അതിനപ്പുറത്തേക്കുള്ള ബുദ്ധി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് കേസെങ്കിൽ ഈ ക്രൈം നടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ക്രൈം പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ദിലീപ് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ മറ്റുള്ളവരുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നാണല്ലോ പോലീസ് പറയുന്നത്. ഈ 2 ഭാഗവും വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. കല്ലും മുള്ളും നിറഞ്ഞ ആ പാത രണ്ടുപേരും വളരെ ആസൂത്രണത്തോടു കൂടി മെറ്റിക്കുലസായി അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുമായിരിക്കും. പക്ഷേ അത് രണ്ടിനും അതിൻ്റെതായ റിസ്കുകളുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഉണ്ട്, പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളവും റിസ്ക് ഉണ്ട്. അല്ല, ഈ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷനിൽ ആരുടെ മൊഴിയെടുത്ത് രേഖപ്പെടുത്തിയാലും, അതായത് ഇതിനെ ലിങ്ക് ചെയ്യുന്നതിന്, കോൺസ്പിറസിയെ പ്രൂവ് ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു മൊഴിയൊക്കെ ക്രിയേറ്റ് ചെയ്തു വന്നാൽ ഈ മൊഴികളൊക്കെ നാളെ ട്രയലിൽ റിസ്കി ആയിട്ട് നിൽക്കും. കാരണം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ ആ മൊഴി പോയാൽ പോയി. ഇപ്പം നമ്മൾ പറയുന്നത് വേറെ ആരെങ്കിലും ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഒരു ക്രൈം നടത്തുമ്പോൾ ദിലീപും പൾസർ സുനിയും മാത്രം അറിഞ്ഞ കോൺസ്പിറസി ആണെങ്കിൽ അത് പുറത്തു പോകാൻ വലിയ ബുദ്ധി, ആലുവക്കാരൻ്റെ ബുദ്ധിയോ അല്ലാത്ത ബുദ്ധിയായാലും വലിയ രീതിയിൽ പുറത്തേക്ക് അത് ലീക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യത കുറയും. മൂന്നാമതൊരാൾക്ക് അതിനകത്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് വീണ്ടും അത് ഒരു കോൺസ്പിറസി എന്ന നിലയിൽ അതിന് പുറത്തു വരാനുള്ള സാധ്യത കൂടുതലാണ് ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആളുകൾ ആരെങ്കിലും ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിലീപുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളോട് മാത്രമേ ദിലീപ് അത് പറയുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് വളരെ പ്രഗത്ഭനായ ഒരാൾ ഇദ്ദേഹത്തിനോട് കൂട്ടുനിന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു സാധ്യത കാണുന്നത്. പക്ഷെ ആരൊക്കെയോ ഇതിനോടൊപ്പം ഉണ്ട്. ഞാൻ പറയുന്നു, ദിലീപിനോട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് മാത്രം ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ കോൺസ്പിറസി എന്ന് പറയുന്നത്. ഇനി അവരെ അങ്ങോട്ട് സാക്ഷിയാക്കിക്കൊണ്ട് പ്ലോട്ട് ചെയ്താലും അവരൊക്കെ നാളെ ട്രയൽ സ്റ്റേജിൽ എങ്ങനെ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ കൊണ്ടാണ് കോടതി പറഞ്ഞത് ആ നിലയിൽ തന്നെയുള്ള അതിൻ്റെ സാധ്യതയുള്ളത്. അതായത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരാളോട് കൂടുതൽ പറയുകയാണെങ്കിൽ ആ ആൾ കൂടെ നിൽക്കുന്നു എന്ന് ജീവിതകാലം മുഴുവൻ ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന രീതിയിലുള്ള പോലീസ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ആംഗിളിൽ, ഒരു ലേമാൻ ആംഗിളിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും വലിയ സംരക്ഷണം എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും പോലീസ് ഇത് നിരന്തരം കാണുന്നതല്ലേ, ഓരോ ചെറിയ കുഞ്ഞു കേസുകളിൽ കാണുന്നതല്ലേ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് കസ്റ്റഡി വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് ദിലീപിൽ നിശ്ചിതമായിരുന്നത്. 2-3 ദിവസം പോലീസ് കസ്റ്റഡി. പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് പല സ്ഥലങ്ങളിലേക്ക് ദിലീപിനെ കൊണ്ടുപോകുന്നു, സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ അതിലാണ് വരുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരുപാട് രഹസ്യങ്ങളൊന്നും ദിലീപിൽ നിന്ന് ഒരു പക്ഷേ പോലീസ് കണ്ടെടുത്തിട്ടില്ല. ഇനി ദിലീപിൻ്റെ അവകാശമല്ലേ ഈ കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളത്.
ദിലീപിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത ആൾ വേണോ അല്ലെങ്കിൽ തൊട്ട് അകന്നുള്ള ആൾ വേണോ അല്ലെങ്കിൽ ആരാണ് ബന്ധപ്പെട്ടത് അവരെ കൂട്ടി നിർത്തേണ്ട ആവശ്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ദിലീപ് കാര്യങ്ങൾ പറയാതിരുന്നത്. പക്ഷെ ഒരുപക്ഷെ മലയാള സിനിമയിലെ ദിലീപിൻ്റെ സഹപ്രവർത്തകരെന്ന് കരുതുന്നവർക്കൊന്നും ഇതിനോട് ദിലീപിനല്ല വേറെ ആരായാലും ഇങ്ങനെയൊന്നുമുള്ള ക്രൈമുകളിൽ നിൽക്കില്ല, ഒരിക്കലും നിൽക്കില്ല. പിന്നെ ഈ അപ്പുണ്ണിയൊക്കെ ഉണ്ടല്ലോ കൂടെ, അവർക്കൊക്കെ തീർച്ചയായിട്ടും അവർക്കൊക്കെ സഹായിക്കാനേ കഴിയൂ. അതെ, അങ്ങനെ ഒരു കോൾ വരുന്നുണ്ട്, നീ അതൊന്ന് അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെ പറയണം എന്ന് പറയാനേ കഴിയൂ. പിന്നീട് കുട്ടി വായിക്കുമ്പോഴായിരിക്കും അതിന്റെ ക്രൈമിന്റെ വലുപ്പമൊക്കെ പറഞ്ഞത്. ഈ 800 കോടിയും ഇത്രയും വലിയ സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുക്കണമെങ്കിൽ ഒരു സാധാരണ ഒരു ബുദ്ധിമാനായ ആലുവക്കാരൻ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അത് അതിഭയങ്കരമായ ബുദ്ധിയും അതിഭയങ്കരമായ കഠിനാധ്വാനത്തിന്റെ കൂടി കഠിനാധ്വാനം ചെയ്താൽ 800 കോടിയൊക്കെ ഉണ്ടാക്കി. അതൊക്കെ അതിനെന്താ സാധിക്കാത്ത എന്താ? എന്റർടൈൻമെന്റ് ബിസിനസ് അല്ലേ ഇത്? മലയാള സിനിമ വളരുന്ന കാലഘട്ടമല്ലേ ഇത്? നിങ്ങളൊക്കെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. എന്താ അഡ്വക്കേറ്റ്? തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും അത് കാര്യമുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. ശരിയായ മാർഗത്തിലൂടെയല്ല ഗവൺമെന്റ് സ്ഥലങ്ങളിൽ തീർച്ചയായും അത് പക്ഷേ നിങ്ങൾ വേർതിരിച്ചെടുത്ത് അതിനെ വിലയിരുത്തണം. ദിലീപ് നല്ല കലാകാരനാണെന്നുള്ള ഒരു സംശയവുമില്ല. പക്ഷെ ഈ സ്ഥലങ്ങളെല്ലാം വെട്ടിപ്പിടിക്കുക, അനർഹമായ ഇതെല്ലാം കേസെടുത്തിക്കോളൂ, അതൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ശ്രീ ലിബർട്ടി ബഷീർ, താങ്കൾക്ക് അവസാനിപ്പിക്കാം ഈ ചർച്ച. അതാ നോക്കൂ, ഇത് നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലുള്ള ഒരു കോടതി വിധി ഉണ്ടായിരിക്കുന്നു. ദിലീപിന് ജാമ്യമില്ല. ഇനിയും ഒരുപക്ഷെ ആഴ്ചകൾ നീണ്ട ജയിൽ വാസം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് ഈ കേസിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് പ്രതീക്ഷ. നികേഷിന് ദിലീപിനെ പറ്റി എന്നെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ദിലീപിന് വേറെ ഒരൊറ്റ കുട്ടിന്റെ അഡ്വൈസ് ആവശ്യമില്ല. എല്ലാം അവന്റെ ബുദ്ധിയാണ്. ഇപ്പൊ അമ്മ എന്ന സംഘടന നയിക്കുന്ന അവനാണ്. അവന്റെ ബുദ്ധി എല്ലാവരും അവനെ ഉയർത്തി പിടിക്കേണ്ട അവന്റെ ബുദ്ധിയാണ്. പ്രൊഡ്യൂസേഴ്സ് അവനെ ഉയർത്തി കാണിക്കുന്ന അവന്റെ ബുദ്ധിയാണ്. നമ്മൾ സംഘടന പിടിക്കാൻ വേണ്ടുന്ന അവന്റെ ബുദ്ധിയാണ്. അപ്പൊ ഇത്രയും ബുദ്ധിയുള്ള ഒരു മനുഷ്യർക്ക് അവിടെ നിങ്ങളത് മനസ്സിലാക്കുന്ന കാര്യം, നമ്മുടെ നാദിർ ഷാ എന്ന വ്യക്തി അവന്റെ ഒരു ഉറ്റ സുഹൃത്താണ്. അവനെ ഒരു സാക്ഷിയാക്കാൻ വേണ്ടി, മാപ്പ് സാക്ഷിയാക്കാൻ വേണ്ടി അവൻ ഒരിക്കലും നിൽക്കൂല. കാരണം അവന് ജീവൻ കൊടുത്താലും ദിലീപിന്റെ കൂടെ പോയി കിടക്കും. പിന്നെയുള്ള ഒരു വ്യക്തി അപ്പുണ്ണിയാണ്. അപ്പുണ്ണിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പുണ്ണി 24 മണിക്കൂർ അവന്റെ കൂടെ ഉള്ളതെന്ന് അപ്പുണ്ണ നാദിർ ഷാനെ ഉപയോഗിക്കുന്ന. അതുകൊണ്ടായിരിക്കുമല്ലോ അപ്പുണ്ണിയെ ഇപ്പൊ പോലീസ് ഒളിപ്പിച്ചിരിക്കുന്നത്. പോലീസ് കാര്യങ്ങളൊക്കെ അപ്പുണ്ണിയുടെ അടുത്ത് വളരെ രഹസ്യമായി തേടിയിട്ടുണ്ടാവും. ദിലീപിന് ഭയക്കേണ്ടതുണ്ട് അപ്പുണ്ണിയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ട് എങ്കിൽ. വളരെ നന്ദി ശ്രീ ലിബർട്ടി ബഷീർ, അഡ്വക്കേറ്റ് ആളൂർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ആലപ്പി അഷ്റഫ്, ശാസ്തമംഗലം മജിത്ത്, നേരത്തെ സംസാരിച്ച PC ജോർജ്. ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.